മുസ്ലിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ശത്രു എന്ന് പറയുന്നത് ഇസ്ലാമാണ്. ആധുനിക ലോകത്ത് നമ്മൾ അതിനെ ഇസ്ലാമിനെ കുറച്ചുകൂടി വിശദമായിട്ട് അല്ലെങ്കിൽ വ്യക്തമായിട്ട് പറഞ്ഞാൽ, ആധുനിക ലോകത്ത് മുസ്ലിം സമൂഹം ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ അതിന് കാരണക്കാരാകുന്ന ഒരു പ്രത്യേക വിഭാഗം, ഒരു ചിന്താധാര എന്ന് പറയുന്നത് വഹാബി ഇസ്ലാമാണ്. വഹാബി ഇസ്ലാം എന്ന് പറയുന്നത് അവർ പ്യുവർ തൗഹീദിന്റെ ആൾക്കാരാണ്. പ്യുവർ തൗഹീദാണ് അവരുടെ കയ്യിലുള്ള സാധനം. തൗഹീദാണ് അവരുടെ മെയിൻ. അപ്പം അത് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, അത് തന്നെയല്ലേ ഇസ്ലാം? അവരല്ലേ ഒറിജിനൽ ഇസ്ലാം എന്ന് ചോദിച്ചാൽ അവരാണ് ഒറിജിനൽ ഇസ്ലാം, അതിൽ സംശയമൊന്നുമില്ല. അപ്പൊ 7-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇസ്ലാമിനെ അതിന്റെ അതേ തനിമയിൽ ഇന്നും നിലനിൽക്കണം, അതുവരെ വിശ്രമമില്ലാതെ ജോലി ചെയ്യണം, ദഅവത്ത് നടത്തണം. ഇസ്ലാം മത വിശ്വാസികളായിട്ട് ലോകത്തിന്റെ പല ഭാഗത്ത് ജീവിക്കുന്ന സമൂഹങ്ങളിലുള്ള ആ 7-ാം നൂറ്റാണ്ടിന് വിരുദ്ധമായിട്ടുള്ള എന്തൊക്കെ മാറ്റങ്ങളുണ്ടോ അതൊക്കെ ഒഴിവാക്കി അതൊക്കെ തിരിച്ച് 7-ാം നൂറ്റാണ്ടിലേക്ക്, ആ പഴയ കുറ്റിയിലേക്ക് വരിഞ്ഞു കെട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നവരാണ് ഈ പ്യുവർ തൗഹീദിന്റെ ആൾക്കാർ. നമ്മളിവിടെ ഈ ദഅവത്ത്, തൗഹീദ്, ഈ രണ്ട് സാധനങ്ങൾ വളരെ കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ കേന്ദ്രമാക്കിയിട്ട് അല്ലെങ്കിൽ അതിൽ ശ്രദ്ധയൂന്നിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആണ് ഇവിടുത്തെ നമ്മൾ മുജാഹിദുകൾ എന്ന് പറയപ്പെടുന്നവർ. ആഗോളതലത്തിൽ സുന്നി ഇസ്ലാമിന്റെ ഒരു അല്ലെങ്കിൽ ആഗോളതലത്തിലുള്ള നിലവിൽ സ്വാധീനമുള്ള ഇസ്ലാമിന്റെ വക്താക്കളാണ് അവർ. അപ്പോൾ ആ അർത്ഥത്തിലുള്ള കുറച്ച് പേര് കേരളത്തിൽ എല്ലാ കാലത്തും പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം ആളുകളുടെ ഒരു പ്രതിനിധിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഈ വ്യക്തി, മുഹ്സിൻ ഐദീദ്. അദ്ദേഹത്തിന്റെ തൗഹീദ് ഏത് സാഹചര്യത്തിലും നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. തൗഹീദ് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. തൗഹീദാണ് നമ്മുടെ ജീവശ്വാസം എന്ന് നിലവിളിക്കുന്ന ഒരു വ്യക്തി. ഇസ്ലാം സമാധാനമാണ്, സമാധാനം സ്ഥാപിക്കലാണ് തൗഹീദ് വളർത്തൽ കൊണ്ടുണ്ടാവുന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് അവകാശപ്പെടുന്ന ഇവർ. പക്ഷെ ഇവരുടെ സംസാരത്തിൽ പോലും ഒരു മാന്യമായ ശബ്ദത്തിൽ സാമാന്യമായിട്ടൊരു സമാധാനം, അവർക്ക് കേൾക്കുന്നവന് സമാധാനം പോട്ടെ, പറയുന്നവന് ഇത് സമാധാനമാണ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സമാധാനം ഉണ്ട് നമുക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല. ഇവനെന്തോ ബേജാറിൽ അട്ടഹസിക്കുന്ന, ആക്രോശിക്കുന്ന, നിലവിളിക്കുന്ന, ഭീകരമായി ശബ്ദമുയർത്തുന്ന, ഒച്ചയിടുന്ന, കേൾക്കുന്നവരെ ഭയപ്പെടുത്തുന്ന ഭീകര രൂപമായിട്ട് ഇവർ വന്നിട്ട് ഭീകരമായ ശബ്ദത്തിലാണ് ഇസ്ലാമിന്റെ തൗഹീദ് പറയാം. അതിന് നിരവധി തെളിവുകൾ തൗഹീദ് പറയുന്ന വല്ലാഹി വല്ലാഹി എന്ന് പറയുന്ന കുറേ ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും. അവർ പെട്ടെന്ന് കണ്ടത് കടിക്കുമോ നമുക്ക് വരെ തോന്നും. പെട്ടെന്ന് നമ്മളിങ്ങനെ പെട്ടെന്നൊരു വീഡിയോ ഒക്കെ ഇങ്ങോട്ട് ഓപ്പണായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഇതെങ്ങാനും കടിക്കുമോ നമ്മൾ ചോദിക്കുന്ന അവസ്ഥയിലുള്ള മുഖഭാവത്തോടു കൂടി ആക്രോശിച്ചുകൊണ്ട് സമാധാനം വിളംബരം ചെയ്യുന്ന കുറേ ആൾക്കാർ കേരളത്തിലുണ്ട്, ഇന്ത്യയിൽ ഉണ്ട്, പുറത്തുണ്ട്, കേരളത്തിലും അതിൻ്റെ ചില വകഭേദങ്ങളുണ്ട്. ആ കാര്യമൊക്കെ നോക്കുമ്പോൾ നമുക്ക് അക്ബറിനെ നമുക്ക് വേറൊരു റേഞ്ചിൽ കൊടുക്കാം. കാരണം അക്ബർ പറച്ചിലിൽ, സംസാരത്തിൽ, അവർ ഉപയോഗിക്കുന്ന ശൈലിയിലൊക്കെ ഭയങ്കര സമാധാനമായിരിക്കും. അതേസമയത്ത് മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ള, മുഹ്സിൻ ഐദീദിനെ പോലെയുള്ള വേറെ കുറേ ആളുകൾ ഉണ്ട്. നമുക്ക് എണ്ണം പറഞ്ഞ് ഓരോരുത്തർ പിടിക്കാം. ഇവരുടെയൊക്കെ ശരീരഭാഷ, അവരുടെ പ്രയോഗം, അവരുടെ വാക്കുകൾ, ഇതൊക്കെ അതിതീവ്രമായിട്ടുള്ള എന്തോ ഒരു അമർഷം പുകയുന്ന തരത്തിലാണ്. ആരോടാണ് അമർഷം? ഇസ്ലാമിനകത്തുള്ളവരോട്, പുറത്തുള്ളവരോട്. ഇസ്ലാമിനകത്തുള്ളവരുടെ അവരുടെ പ്രശ്നം എന്താ വെച്ചാൽ അവരുടെ ഈമാനിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അത് തൗഹീദിലേക്ക് എത്തിയിട്ടില്ല, പ്യുവർ തൗഹീദ്. ആ പ്യുവർ തൗഹീദിലേക്ക് അവരെ സംസ്കരിച്ചെടുക്കുന്ന പരിപാടിയുടെ പേരാണ് ഇസ്ലാഹിയത്ത്. നമ്മളിവിടെ പറയാൻ ആൾക്കാർ ഇസ്ലാഹി പ്രവർത്തനം എന്ന് പറഞ്ഞ് നടക്കുന്നത് കാണാൻ പറ്റും. അവർ നടത്തുന്നത് എന്താണെന്ന് വെച്ചാൽ വിശ്വാസ സമൂഹത്തിനകത്ത് തൗഹീദിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നീക്കി പ്യുവർ തൗഹീദ് അരിച്ചെടുക്കുന്ന പരിപാടിയാണ്. അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കലഹങ്ങളും കലാപങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം നമുക്കിന്ന് ഈ ചങ്ങാതിയുടെ സംസാരം കേട്ട് തുടങ്ങാം. അതിനോട് ഉള്ള ചെറിയ ചെറിയ പ്രതികരണങ്ങളാണ്. ബാക്കി ഇത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും ആരാണ് ഇസ്ലാമിന്റെ സമാധാനം കളയുന്നത്, ആരാണ് മുസ്ലിങ്ങളെ സമാധാനം കളയുന്നത്, എന്തുകൊണ്ടാണ് ആളുകൾ ഇസ്ലാമിനെ ഭയപ്പാടോടെ കാണുന്നത്, എന്തുകൊണ്ടാണ് ഇസ്ലാം ഇത്രമേൽ പ്രതിരോധത്തിലാവുന്നത്. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും, പ്രതിരോധമുണ്ടെങ്കിലും, ഒരു ഭാഗത്ത് ഇരവാദം മുഴക്കുകയും മറുഭാഗത്ത് ഇവരുടെ തൗഹീദിന്റെ ആക്രോശം മുഴക്കുകയും ചെയ്യുന്ന ഇവരുടെ കാപട്യം കൂടിയാണ് നമ്മൾ ഇന്ന് വെളിവാകുന്നത്. ഇതിൽ ഇദ്ദേഹം പരാമർശിക്കുന്നത് മുഴുവൻ സാധാരണഗതിയിൽ ഇസ്ലാം വിരുദ്ധർ അല്ലെങ്കിൽ ഇസ്ലാം വിമർശകർ പറയുന്ന വിമർശനങ്ങൾക്ക് മറുപടിയാണ് പറയാറുള്ളതെങ്കിൽ തൗഹീദ് ഒന്ന് പതുക്കെ പറയണം എന്ന് ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലെങ്കിലും നമ്മൾ കുറച്ചുകൂടി മറ്റുള്ളവരെ ബഹുമാനിക്കണം, മറ്റു മതസ്ഥരെ റെസ്പെക്ട് ചെയ്യണം, അവരുടെ മതവികാരങ്ങളെ കൂടി നമ്മൾ പരിഗണിക്കണം എന്ന് പറയുന്ന മതത്തിനകത്തുള്ള വിശ്വാസികളെ പരിഹസിച്ചുകൊണ്ട്, അവരെ തള്ളിക്കൊണ്ട് എന്ത് സംഭവിച്ചാലും തൗഹീദ് പറയാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന നിലപാടാണ് ഇദ്ദേഹം ആവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ മോഡറേറ്റ് ആയിട്ടുള്ള മുസ്ലിങ്ങളെ, അവരുടെ പ്രതിനിധികളെ, ഈ വഹാബി തൗഹീദിന്റെ അപകടം മനസ്സിലാക്കിയിട്ട് അതിനോട് പ്രതികരിക്കാൻ ശ്രമിക്കുന്നവരെയൊക്കെയാണ് ഇദ്ദേഹം ഇന്ന് അഡ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളും അതിനോടുള്ള നമ്മുടെ പ്രതികരണങ്ങളുമാണ് ഇനി. തൗഹീദ് മാറ്റിവെച്ചുകൊണ്ട് ഒരു മുസ്ലിമിന് ജീവിതമില്ല. തൗഹീദ് മാറ്റിവെച്ചുകൊണ്ട് അവന് ഒരു പ്രബോധനമില്ല.
അവന് ഒരു നാട്ടിൽ ഒരു ജീവിതമില്ല. അവന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാമത്തെ അടിസ്ഥാനമാണ് തൗഹീദ്. അത് മാറ്റിവെക്കാൻ പറ്റുകയില്ല. അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾ വിചാരിക്കുമ്പോൾ ശരിയല്ലേ, ഏകദൈവ വിശ്വാസമാണല്ലോ ഇസ്ലാമിന്റെ വിശ്വാസം, അതുകൊണ്ട് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ തൗഹീദ് അല്ലേ, അപ്പൊ പിന്നെ അതിനെന്താ പ്രശ്നം എന്നാണ്. പ്രശ്നം പറഞ്ഞുതരാം. തൗഹീദ്, ഇവർ പറയുന്ന തൗഹീദ് എന്താണെന്നും മുഹമ്മദ് മക്കയിലും മദീനയിലും കാണിച്ച തൗഹീദ് എന്തായിരുന്നു എന്നും ഇവർ 7-ാം നൂറ്റാണ്ടിലെ തൗഹീദ് ഇപ്പൊ വീണ്ടും പൊടി തട്ടിയെടുത്ത് ഇവിടെ പ്രതിഷ്ഠിക്കണം എന്ന് പറയുന്ന തൗഹീദ് എന്താണ് എന്നും സാധാരണഗതിയിൽ വിശ്വാസികൾ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ലോകത്തുള്ള വിശ്വാസികളൊക്കെ പരുവപ്പെടുത്തിയെടുത്തിട്ടുള്ള വേറൊരു തൗഹീദ്, അവരുടെ വിശ്വാസം അതെന്തായിരുന്നു എന്നൊക്കെ നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്ത് പോകും. അതുകൊണ്ട് തൗഹീദ് വലിയ സംഭവമല്ല എന്ന് വിചാരിക്കുന്നവർക്കും കൂടി അടുത്ത ഭാഗത്തൂടെ കാര്യം മനസ്സിലാവും. ഇന്നിതാ ചില ആളുകൾ പറയുന്നു, നിങ്ങൾ ഈ സന്ദർഭത്തിലും തൗഹീദ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? നിങ്ങൾ തൗഹീദ് പറയുന്നത് കൊണ്ട് ഈ നാട്ടിലൊക്കെ പ്രശ്നങ്ങളാണ്. ഇവിടെ വ്യത്യസ്തങ്ങളായ മതക്കാരുണ്ട്, ഇവിടെ വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങൾ ഉള്ളവരുണ്ട്. അവർക്കിടയിൽ നിങ്ങൾ ഇങ്ങനെ തൗഹീദ് തൗഹീദ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ആളുകൾക്കിടയിൽ അകൽച്ചയുണ്ടാക്കും, ആളുകൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ തൗഹീദ് മിണ്ടാതിരിക്കണം എന്നിതാ മുസ്ലിം പേരുള്ള ആളുകൾ, ഇസ്ലാമിന്റെ നേതൃത്വം അവകാശപ്പെടുന്നവർ അവരിതാ എഴുതുന്നു, പ്രസംഗിക്കുന്നു. മാന്യതയുള്ളവർ എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവരെ കുറിച്ച് പറയാം. ഒരു ബഹുസ്വര സമൂഹത്തിൽ വ്യത്യസ്തരായിട്ടുള്ള മതവിഭാഗങ്ങൾ ജീവിക്കുന്നിടത്ത് മതസ്വാതന്ത്ര്യവും മതപ്രബോധന സ്വാതന്ത്ര്യവും അനുവദിച്ചു തന്നിട്ടുള്ള ഒരു ഭരണഘടനയ്ക്ക് കീഴിൽ അവരവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുകയും ആ വിശ്വാസത്തിന് മറ്റു വിശ്വാസങ്ങളെ ബാധിക്കാത്ത തരത്തിൽ, മറ്റു വിശ്വാസങ്ങളെ ബഹുമാനിക്കുന്ന തരത്തിൽ മാനിച്ചുകൊണ്ട് പ്രബോധനം നടത്തുകയോ ഒക്കെ ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളെ, ജനാധിപത്യ രാജ്യത്തിൻ്റെ സാഹചര്യങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇതര മതസ്ഥരുടെ വിഗ്രഹങ്ങളെ, ആരാധനകളെ, അവരുടെ ആരാധനാലയങ്ങളെ, അവരുമായി സഹകരിക്കുന്ന വിശ്വാസി സമൂഹത്തിനകത്തുള്ള ഇസ്ലാമിൻ്റെ ആളുകളെ ഒരു പൊതു ജനസാമാന്യം ജീവിക്കുന്നിടത്ത് വന്നിട്ട് അമ്പലത്തിന് പിരിവ് കൊടുക്കുന്നത് ശിർക്കാണെന്നും അമ്പലത്തിന് പണം കൊടുക്കുന്നത് വേശ്യാലയത്തിന് പണം കൊടുക്കുന്നത് പോലെയാണ് എന്നും മാരകമായ വിഷം തെറിപ്പിക്കുന്നതിനെയാണ് ഇദ്ദേഹം ഇവിടെ തൗഹീദ് 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 എന്ന് പറയുന്നത്. ഒരാൾക്ക് ദൈവത്തിൽ വിശ്വസിക്കണം, ആ ദൈവത്തിന്റെ പേര് അള്ളാഹു ആണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിൽ, അള്ളാഹുവിൽ വിശ്വസിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവകാശങ്ങളും ഉള്ള ഒരു നാട്ടിൽ അത് ചെയ്തു പോകുന്നതിന് പകരം മറ്റുള്ള മതസ്ഥരെ മുഴുവൻ, ഇവരുടെ തൗഹീദ് മാത്രമല്ലല്ലോ, ഇവർ തൗഹീദ് പറയുന്നത് ആരോടാണ്? ഇസ്ലാം മതത്തിനകത്തുള്ള ആളുകളെടുത്ത് അവരിൽ ഷിർക്ക് കലർന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് തൗഹീദ്, ഇസ്ലാഹിയത്ത് നിങ്ങൾ നടത്തിക്കോ, അതാണോ ഇവിടെ നടക്കുന്നത്? അല്ല, തൗഹീദിനപ്പുറത്ത് തൗഹീദിലേക്കുള്ള ദഅവത്താണ് ഇവർ നടത്തുന്നത്. ദഅവത്ത് എന്ന് പറയുമ്പോൾ എന്താ? എല്ലാ മതസ്ഥരെയും സ്നേഹസംവാദത്തിന് വിളിക്കുക, സ്റ്റേജ് കെട്ടുക, എന്നിട്ട് അവരുടെ വിശ്വാസത്തിന്റെ ന്യൂനതകൾ വിളിച്ചു പറയുക, എന്നിട്ട് ഇതാണ് യഥാർത്ഥ മതം, ഇതാണ് സത്യം, മറ്റുള്ളതെല്ലാം കളവാണ്, മിഥ്യയാണ്, മറ്റുള്ളതെല്ലാം സങ്കല്പമാണ് എന്ന് പറയുക. ഇസ്ലാം ഒഴികെയുള്ളതെല്ലാം സത്യനിഷേധമാണ് അല്ലെങ്കിൽ സത്യവിരുദ്ധമാണ് എന്ന് മറ്റുള്ളവരൊക്കെ അസത്യത്തിന്റെ വക്താക്കളാണ് എന്ന് ആക്ഷേപിച്ചുകൊണ്ടാണോ നിങ്ങളുടെ തൗഹീദ് പ്രബോധനം ചെയ്യേണ്ടത്? ആ തൗഹീദ് അങ്ങനെ പ്രബോധനം ചെയ്യുമ്പോൾ നിങ്ങൾ മക്കയിൽ മുഹമ്മദ് കാണിച്ചിരുന്ന അക്രമം അതിൻ്റെ മറ്റൊരു തരത്തിൽ ഇവിടെ ഇപ്പൊ കാണിക്കുമ്പോൾ അതിവിടുത്തെ ഒരു സെക്യുലർ ഫാബ്രിക്കിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പരസ്പരം സഹകരിച്ച് പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്ന മതസമൂഹങ്ങൾക്കിടയിൽ സംശയം വർദ്ധിപ്പിക്കും. ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാലോ, മുസ്ലിം കുട്ടികളോട് കൂടെ ചേർന്ന് പഠിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് സ്വന്തം മക്കളെ വിടാൻ ആശങ്കയോടെ ആശങ്കപ്പെടുന്ന ഇതര മതസ്ഥരായിട്ടുള്ള മാതാപിതാക്കളുണ്ട്. ഇതൊരു വാസ്തവമാണ്. ഈ അടുത്ത് എന്നെ ഒരു മാതാവ് വിളിക്കുക മീൻസ് മെസ്സേജ് അയച്ചിരുന്നു വാട്സപ്പിൽ. അവര് ഒരു ഗൾഫ് രാജ്യത്ത് ജീവിക്കുകയാണ്. അവരുടെ മകൻ ഇതുപോലെ ഒരു ഇസ്ലാമിന്റെ ആകർഷണ വലയത്തിൽ പെടുന്നു. ആകർഷണ വലയത്തിൽ വെറുതെ ചുമ്മാ പോയി പെടുന്നതല്ല. ഒരു മദ്രസയിൽ, ഒരു സ്കൂളിൽ, ഒരു കോളേജിൽ ഒരു കുട്ടി പഠിക്കാൻ വന്നാൽ അതിന്റെ ചുറ്റും ഇരിക്കുന്ന മുസ്ലിം കുട്ടികൾ, പ്രത്യേകിച്ച് വഹാബി കുട്ടികൾ, വഹാബിയത്തിന്റെ ആശയക്കാർ, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും അതേപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയും വക്താക്കളായിട്ടുള്ള കേരളത്തിലെ ദഅവത്ത് അവരുടെ ഉത്തരവാദിത്തമാണ് എന്ന് വിചാരിക്കുന്നവർ താങ്കളുടെ കൂടെ ഇരിക്കുന്ന ഇതര മതസ്ഥരായ കുട്ടികളെ മതേതരമായ പാഠശാലകളുടെ ഉള്ളിൽ, കലാലയങ്ങൾക്കകത്ത് പോലും മതത്തിലേക്ക് ക്യാൻവാസ് ചെയ്യുന്ന വൃത്തികേട് കാണിക്കുന്നു. അതിന് പരിശീലനം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു, ദഅവ കോളേജുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു. ഇങ്ങനെയുള്ളയിടത്ത് പോയിട്ട് അവരുടെ സ്വാധീനത്തിൽപ്പെട്ട് അവർ പറയുന്ന ഈ കപടമായിട്ടുള്ള ഇസ്ലാമിന്റെ തൗഹീദ് പറഞ്ഞിട്ട്, കാപട്യം മുഴുവൻ കളവാണ്. ഇസ്ലാമിനെ കുറിച്ച് ഇവർ ഇസ്ലാമിന്റെ പോരിശ എന്ന രീതിയിൽ ഇവർ പറയുന്ന മുഴുവൻ കള്ളങ്ങളും ശരിയാണ് എന്ന് ധരിച്ച്, എന്നാൽ ഇവൻ ജനിച്ചു വളർന്ന മതത്തെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ കാര്യമായ അറിവില്ലാത്ത പാവപ്പെട്ട കുട്ടികളെ അതിലേക്ക് ചതിപ്രയോഗത്തിലൂടെ കൺവേർട്ട് ചെയ്യുക എന്ന ഏർപ്പാട് ചെയ്യാൻ വേണ്ടി പരിശീലനം കൊടുക്കുന്നതിനെയാണ് ഇവന്മാർ തൗഹീദ് തൗഹീദ് എന്ന് പറയുന്നത്. ഈ തൗഹീദിനെയാണ് ഇവിടെ എതിർക്കുന്നത്. ഈ തൗഹീദ് ഇവിടുത്തെ സെക്യുലർ ഫാബ്രിക്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, സഹോദര സമുദായങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കും. ഈ മുസ്ലിങ്ങളും
ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹവും തമ്മിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ മൂല കാരണം എന്ന് പറയുന്നത് MM അക്ബർ എന്ന് പറയുന്ന ഒരു സലഫി ദഅവ പ്രവർത്തകൻ ഇവരുടെ തൗഹീദ് പ്രചാരണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ നേതൃത്വം എത്രയോ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ പരിപാടി നല്ലതിനല്ല എന്ന്. എന്തൊക്കെയാണ് ഇവരുടെ സ്നേഹസംവാദം എന്ന് പറഞ്ഞ പരിപാടിയിൽ നടക്കുക? ഇതര മതസ്ഥരെ വിളിച്ചു വരുത്തുക, എന്നിട്ട് അവരുടെ മതഗ്രന്ഥങ്ങൾ വായിപ്പിക്കുക. അവരുടെ മതഗ്രന്ഥങ്ങളിൽ കൃത്രിമം കാണിച്ച് വായിച്ചിട്ട് അത് വ്യാഖ്യാനിച്ചിട്ട് മുഹമ്മദിനെ പ്രവാചകനായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുക. ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും നിരന്തരം ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. തന്റെ ചുറ്റുമുള്ള സമൂഹത്തിൽ ഇത് മുസ്ലിങ്ങളല്ലാത്ത മനുഷ്യരെയൊക്കെ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഓരോരുത്തരുടെയും ദൗത്യമാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുക. അതിന് പരിശീലനം കൊടുക്കാൻ ഇവിടെ സ്ഥാപനങ്ങൾ നടത്തുക, എന്നിട്ട് അത് ഉറക്കെ വിളിച്ചു പറയുക. ഇതര മതസ്ഥാപനങ്ങളെയും അവരുടെ ദൈവസങ്കല്പങ്ങളെയും വിശ്വാസങ്ങളെയും നിന്ദിക്കുക. ഇപ്പണി തന്നെയല്ലേ പണ്ട് മുഹമ്മദ് ചെയ്തത്? മുഹമ്മദ് 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിലും അവിടെ ചെയ്ത അതേ വൃത്തികേടുകൾ അതേ അളവിൽ ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നവരെയാണ് തൗഹീദ് തൗഹീദ് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം അത് നിർത്താൻ പറ്റൂല, ഇവിടെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടൊന്നും തൗഹീദ് നിർത്താൻ പറ്റില്ല, തൗഹീദ് നിർത്തിയ പിന്നെ ഇസ്ലാം ഇല്ല എന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ് നബിയുടെ സമൂഹത്തിലേക്ക് നിങ്ങൾ നോക്കുക. തെമ്മാടികളായിരുന്ന ഒരു സമൂഹമായിരുന്നു അവർ. അവരുടെ നാട്ടിലൂടെ യാത്ര പോകുന്ന ആളുകളെ കൊള്ളയടിച്ചിരുന്നവർ, സാമൂഹികമായ അനേകം കുറ്റകൃത്യങ്ങൾ ചെയ്തിരുന്നവർ. അല്ലാഹു ആദിന്റെ ആ ചരിത്രം വിവരിച്ചുകൊണ്ട് ഖുർആനിൽ പറഞ്ഞു, വഇലാ ആദിൻ അഖാഹും ഹൂദ. ആദിന്റെ സമൂഹത്തിലേക്ക് നാം ഹൂദ് നബിയെ പറഞ്ഞയച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? എന്താണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഇപ്പൊ ഇവിടെ നമ്മൾ എന്തെങ്കിലും തരത്തിലൊരു ഇസ്ലാം മത വിമർശനം നടത്തുമ്പോൾ ഇവിടെ മുസ്ലിങ്ങളാകെ പ്രശ്നത്തിലാണ്, മുസ്ലിം വിരുദ്ധ ശക്തികൾ, ഹിന്ദുത്വ തീവ്രവാദം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ വിമർശനം ശരിയല്ല, അത് നിർത്തണം എന്നാവശ്യപ്പെടുന്ന ഇതേ ആളുകൾ നമ്മുടെ വിമർശനം മുഴുവൻ ഇവിടുത്തെ ഇസ്ലാം വിരുദ്ധ ശക്തികൾക്ക് വിടുപണി ചെയ്യലാണ് എന്ന് ആക്ഷേപിക്കുന്ന പക്ഷെ ഇവർ ഈ ചെയ്യുന്ന പ്രശ്നങ്ങളൊന്നും നിർത്താൻ തയ്യാറല്ല. എന്ത് പ്രശ്നം ഉണ്ടായാലും തൗഹീദ് വിട്ടൊരു കളി ഞങ്ങൾക്കില്ല, ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കും, അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല എന്ന നിലപാടാണ്. അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഹൂദ് നബിയുടെയും മറ്റൊരു നബിയുടെയും ഒക്കെ കഥ പറഞ്ഞിട്ട് അവിടെ നാട്ടിൽ പല പ്രശ്നങ്ങൾ നടക്കും, പല ബുദ്ധിമുട്ടുകൾ നടക്കും, നമ്മൾ അതിലൊന്നും ശ്രദ്ധിക്കേണ്ട, ഞമ്മക്ക് തൗഹീദ് മതി, തൗഹീദാണ് എല്ലാം, തൗഹീദാണ് ജീവവായു എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ ചുറ്റും നടക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളോ അവിടെ മനുഷ്യർക്കിടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളോ മനുഷ്യരെ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത് എന്നൊന്നും പരിഗണിക്കേണ്ട ആവശ്യം ഒരു ദഅവ പ്രവർത്തകൻ, ഒരു ഇസ്ലാഹി പ്രവർത്തകൻ, ഒരു തൗഹീദ് നടത്തുന്നവനില്ല എന്നാണ് ഇദ്ദേഹം വാദിക്കുന്നത്. എന്താണ് അദ്ദേഹം തന്റെ ജനങ്ങളോട് പറഞ്ഞത്? നിങ്ങൾ ഈ കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കണമെന്നാണോ ആദ്യം പറഞ്ഞത്? നിങ്ങൾ ആളുകളെ ഉപദ്രവിക്കരുത് എന്നാണോ ആദ്യം പറഞ്ഞത്? അദ്ദേഹത്തിന്റെ വാക്കിത, യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, നിങ്ങൾക്ക് അവനല്ലാതെ ആരാധിക്കാൻ ഒരാളില്ല. എങ്ങനെയുണ്ട്? ഒരു സമൂഹത്തിൽ സാമൂഹ്യ പ്രശ്നങ്ങൾ പലതുണ്ടാകുമ്പോൾ, ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റി നടക്കുമ്പോൾ, ആളുകളെ കൊള്ള ചെയ്യുന്നവരുണ്ടാകുമ്പോൾ, അക്രമം ചെയ്യുന്നവരുണ്ടാകുമ്പോൾ അവിടെ കയറി നിന്നിട്ട് നബി പറഞ്ഞത് ഇതൊന്നുമല്ല, എന്താണ്? നിങ്ങൾ അല്ലാഹു അല്ലാത്തിനെ ആരാധിക്കരുത് എന്നാണ്. പറഞ്ഞാഴ്ച അള്ളയും കൊള്ളാം, വന്ന് ഇത് വിളിച്ചു പറയുന്ന ആളും കൊള്ളാം. ഒരു സമൂഹത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകണം, ഒരു സാമൂഹ്യ പരിവർത്തനം ഉണ്ടാവണം, മനുഷ്യർ സമാധാനത്തോടെ ജീവിക്കണം എന്നത് ഇവരുടെ ലക്ഷ്യമേ അല്ല എന്ന് ഈ ഉദാഹരണത്തിൽ നിന്ന് വ്യക്തമാണ്. അവിടെ സമാധാനം ഉണ്ടാവലല്ല ഇവരുടെ പ്രശ്നം. ഇവരുടെ പ്രശ്നം അള്ളാഹ് അല്ലാത്തവർക്ക് വേറെ ആരെങ്കിലും ആരാധിക്കുന്നുണ്ടോ എന്നാണ്. അള്ളാഹുവിനല്ലാതെ ആരാധിക്കാൻ പാടില്ല. അത് ആര് ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ തടയണം, അതിനെ ചെറുക്കണം. അതിനെ നാക്കുകൊണ്ടോ കൈ കൊണ്ടോ ആയുധം ഉപയോഗിച്ചുകൊണ്ടോ അതിനെ ബലപ്രയോഗത്തിലൂടെയോ ആരാധനകൾ ഇല്ലാതാക്കണം. അള്ളാഹു ഒഴികെയുള്ള സകല ശക്തികൾക്കുള്ള ആരാധനകൾ ഇല്ലാതാക്കുക എന്ന ഒരു പ്രവർത്തനമാണ് ഇവരുടെ പ്രധാനപ്പെട്ട കാര്യം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരേതളവിലും എന്തും വിളിച്ചു പറയും. ചുറ്റും സംഭവിച്ചത് എന്തായാലും അതിനകത്ത് കൊല്ലപ്പെടുന്ന മുസ്ലിങ്ങളുടെ എണ്ണം പോലും ഇവർക്ക് ബാധകമല്ല, ഇവരത് പരിഗണിക്കുന്നില്ല എന്ന് ഈ അബ്ദുൽ വഹാബിന്റെ അനുയായികളുടെ വലിയ നേതാവ്, ഈ സലഫികളുടെ വലിയ നേതാവായിട്ടുള്ള മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, ഈ വഹാബി തൗഹീദ് എന്നൊരു പ്രയോഗം തന്നെ മുസ്ലിം ലോകത്തുണ്ട്. വഹാബി തൗഹീദ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ യഥാർത്ഥ തൗഹീദ് ഞങ്ങളുടേതാണ് എന്ന് അവകാശപ്പെടുമ്പോഴും ഇസ്ലാമിക ലോകത്ത് തന്നെ ഇവർക്ക് വഹാബി തൗഹീദിന്റെ ആളുകൾ എന്ന് വിളിപ്പേരുണ്ട്. ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇവരിപ്പോ പറയുന്ന ഈ തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കൊന്നു തള്ളിയ മുസ്ലിങ്ങളുടെ എണ്ണം എത്രയാണ് എന്ന് കണക്കെടുത്ത് നോക്കിയാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. തകർത്ത് കളഞ്ഞ പള്ളികളുടെ എണ്ണം എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിത്തരിച്ചു പോകും. അതുകൊണ്ട് ഇവരുടെ തൗഹീദാണ്, ഈ വഹാബി തൗഹീദാണ് ഇന്ന് മുസ്ലിം ലോകം അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളുടെയും ആധാരം എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കണം. മുസ്ലിം സമൂഹങ്ങൾ അത് മനസ്സിലാക്കണം.
കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇവരുടെ തൗഹീദിനൊപ്പം പിടിച്ച്, ഇവരുടെ ദഅ്വ കോളേജിനൊപ്പം പിടിച്ച്, ദഅ്വ കോളേജുകളും പിന്നെ തൗഹീദിന്റെ ഊട്ടിയുറപ്പിക്കലിനും വേണ്ടി കുട്ടികളെ മതപരിവർത്തനം നടത്താൻ വേണ്ടി ആളുകളെ ട്രെയിൻ ചെയ്യുന്ന തിരക്കിലാണ് ഇവിടുത്തെ സുന്നികളും എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള വസ്തുത. എന്നിട്ടും അതിനിടയിൽ ചില രാഷ്ട്രീയ ബോധമുള്ള ആളുകൾ വിളിച്ചു പറയുന്നു, നിങ്ങൾ ഈ തൗഹീദ് പറയുന്ന കോലം ശരിയല്ല, അത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിന് അനുയോജ്യമല്ല, ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് നല്ലതല്ല, ഇവിടെ മനുഷ്യർക്കിടയിൽ മറ്റു മതങ്ങൾക്കിടയിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, വിള്ളലുകൾ ഉണ്ടാക്കും, പരസ്പര വിശ്വാസം നഷ്ടപ്പെടുത്തും, പരസ്പരം സ്പർദ്ധയുണ്ടാകും എന്ന് പറഞ്ഞ് ഉപദേശിക്കുമ്പോൾ അതൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല, ഹൂദ് നബിന്റെ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞത് എന്നാണ്. വേറെ ഒരു ഉദാഹരണം കൂടി, വേറൊരു നബിയുടെ ചരിത്രം കൂടി പറഞ്ഞുതരും. ഷുഐബ് നബിയുടെ സമൂഹത്തിലേക്ക് നിങ്ങൾ നോക്കുക. ആ സമൂഹത്തിൽ അനേകം കുറ്റകൃത്യങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജനത തൂക്കത്തിലും അളവിലും കുറവുകൾ വരുത്തിയിരുന്നവരായിരുന്നു. അദ്ദേഹം തന്റെ ജനങ്ങളിലേക്ക് ചെന്നുകൊണ്ട് ആദ്യമായി പറഞ്ഞത് എന്താണ്? നിങ്ങൾ തൂക്കത്തിലും അളവിലും ശരി വരുത്തണമെന്നാണോ? ആദ്യത്തെ വാക്ക് നിങ്ങൾ കേൾക്കുക, യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അവനു പുറമെ നിങ്ങൾക്കൊരു ഇലാഹില്ല. ഇതാണ് ഇവരുടെ പ്രശ്നം. ഇത് ഈ അള്ളാഹുവിന്റെ പ്രശ്നമാണ്. വേറെ ആരെയും ആരാധിക്കാൻ പാടില്ല. വേറെ ആരെയും ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ് എന്ന് തീരെ ഉറപ്പില്ലാത്ത ഒരാളുണ്ടെങ്കിൽ അത് അള്ളാഹ് മാത്രമാണ്. അള്ളാഹു അല്ലാതെ വേറെ ദൈവമുണ്ടോ എന്ന് ഏറ്റവും കൂടുതൽ സംശയിക്കുന്നയാൾ അള്ളാഹുവാണ് കൂട്ടരെ. ഇസ്ലാമിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച്, ഇസ്ലാമിലുള്ള ആളുകളെ സംബന്ധിച്ച് അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്നവർക്ക് അവരങ്ങനെയാണ് വിചാരിക്കുന്നത്. പക്ഷെ അള്ളാഹ്ക്ക് വിശ്വാസം പോരാ. അള്ളാഹ്ക്ക് പിന്നെയും സംശയമാണ്. നിങ്ങൾ എന്നെ അല്ലാതെ വേറെ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? നിങ്ങൾ എന്നെ അല്ലാതെ വേറെ ആരെങ്കിലും സഹായം തേടുന്നുണ്ടോ? അത് ഞാൻ സഹിക്കൂല, അത് മാത്രം ഞാൻ സഹിക്കൂല എന്ന്. വിളിക്കാൻ വേറെ ആളില്ലെങ്കിൽ, വേറെ ആരെ വിളിച്ചിട്ടും കാര്യമില്ലെങ്കിൽ, വേറെ ദൈവമില്ല എന്ന്, അള്ളാഹു മാത്രമാണ് ദൈവം എന്ന് അള്ളാഹ്ക്കൊരു ഉറപ്പുണ്ടെങ്കിൽ ഈ മെനകേടുണ്ടാവുമോ എന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹ്ക്ക് തന്നെ വലിയ ഉറപ്പില്ല അല്ലാഹ് അല്ലാതെ വേറെ ഇലാഹുണ്ടോന്ന്. അള്ളാഹ് തന്നെ ഇടക്ക് പറയും, ഞാനാണ് സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും വലിയവൻ, ഏറ്റവും നല്ലവൻ. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, അഹ്സനുൽ ഖാലിഖീൻ എന്നാണ്. സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും നല്ല സൃഷ്ടികർത്താവ് എന്ന് പറഞ്ഞാൽ വേറെ സൃഷ്ടികർത്താവ് ഉണ്ടെന്നാണോ? അപ്പൊ അള്ളാഹ്ക്ക് തന്നെ വലിയ ധാരണയില്ല. ഏറ്റവും കൂടുതൽ ഒരു ദൈവമല്ല, വേറൊരു ദൈവമുണ്ടോ, വേറെ കുറെ ദൈവങ്ങളുണ്ടോ എന്ന് സംശയിക്കുന്നയാൾ അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് പിന്നെ പണ്ടേ അറിയാം, കുറെ ദൈവങ്ങളെ കണ്ട് ജീവിച്ച ആളായതുകൊണ്ട്. അതുകൊണ്ട് ഇതാണ് ഇവരുടെ പ്രശ്നം. നാട്ടിൽ നടക്കുന്ന മറ്റെന്തും, മുസ്ലിങ്ങൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടാൽ പോലും അവർക്ക് പ്രശ്നമില്ല. ഞാൻ പറയുന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇസ്ലാഹിയത്ത് അല്ലെങ്കിൽ തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, തൗഹീദ് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ പടയോട്ടത്തിൽ മരിച്ചു വീണ മനുഷ്യരത്രയും മുസ്ലിങ്ങളായിരുന്നു എന്നുള്ളിടത്താണ് ഇവർ പറയുന്ന, ഈ വഹാബി ജിഹാദികൾ പറയുന്ന തൗഹീദിന്റെ കനം നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുസ്ലിം ലോകത്ത് നിങ്ങൾ ആലോചിക്കുക, ഈ ISIS പോലെയുള്ള ആളുകൾ, അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ പോലെയുള്ള സംഘങ്ങൾ, അവരുടെ അക്രമത്തിനിരയാകുന്നവരിലേറെയും മുസ്ലിങ്ങളാണല്ലോ. അപ്പം ISIS താലിബാനൊന്നും ഇസ്ലാമിൻ്റെതല്ല, അതൊന്നും മുസ്ലിങ്ങളുടേതല്ല എന്ന് പറയാൻ വേണ്ടി ഇവർ പറയുന്ന വലിയ ന്യായമാണ് എന്ത്, അവർ കൊല്ലുന്നത് അത്രയും മുസ്ലിങ്ങളെയാണ് എന്നുള്ളത്. അത് ഇസ്ലാമിൻ്റെതാണ് എന്നതിന്റെ ഒന്നാമത്തെ തെളിവാണത്. അത് വഹാബി തൗഹീദിന്റെ ആളുകളാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നതാണ്. ഈ ISIS ഉൾപ്പെടെയുള്ള തീവ്ര സംഘങ്ങൾ, അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദി സംഘടനകളൊക്കെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ തൗഹീദിന്റെ വക്താക്കളാണ്. കാരണം തൗഹീദിലെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇസ്ലാഹിയത്താണ്. ഇസ്ലാഹിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മുസ്ലിങ്ങളായി ജീവിക്കുന്നവർക്കിടയിലുള്ള തൗഹീദിന്റെ പ്യൂരിറ്റി ഉറപ്പുവരുത്തുക. അപ്പൊ അതിൽ അമ്പലങ്ങൾ മീൻസ് ജാറങ്ങൾ ഉണ്ടാവും, നീർച്ചകൾ ഉണ്ടാവും, ഏതെങ്കിലും ഖബറുകളുമായി ബന്ധപ്പെട്ടുണ്ടാവും, ഏതെങ്കിലും മഹാന്മാരുടെ സിയാറത്ത് നടത്തുന്ന കേന്ദ്രങ്ങൾ ഉണ്ടാവും. എന്തിനേറെ പറയുന്നത്, മുഹമ്മദ് നബി ജനിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന വീട്, ആ വീട് നിന്നരത്തുണ്ടായിരുന്ന പള്ളി പൊളിച്ച മഹാന്മാരാണ് ഇവന്മാർ. പള്ളി പൊളിച്ചു കളഞ്ഞവർ. ഒരു പള്ളിയൊന്നുമല്ല, ഒരു പള്ളി പൊളിച്ചിട്ടല്ല, മുഹമ്മദ് ജനിച്ച വീടിനവിടെ സ്ഥാപിക്കപ്പെട്ടിരുന്ന, അവിടെ നിർമ്മിക്കപ്പെട്ടിരുന്ന പള്ളി പൊളിച്ചു കളഞ്ഞിട്ട് തൗഹീദ് ഉണ്ടാക്കിയവന്മാരുടെ പേരാണ് വഹാബികൾ എന്ന് പറയുന്നത്. ഒരു പള്ളിയല്ല, നിരവധി പള്ളികളിൽ ജമാഅത്ത് നമസ്കാരത്തിൽ നിൽക്കുന്ന പുരുഷന്മാരെ മുഴുവൻ കൊന്നു തള്ളിയിട്ടാണ് അബ്ദുൽ വഹാബിന്റെ തൗഹീദിന്റെ പടയോട്ടം സൗദി അറേബ്യയുടെ മണ്ണിൽ നടക്കുന്നത് എന്നത് ഇവർ തന്നെ വലിയ സംഭവമായി എഴുതി വെച്ച ഗ്രന്ഥങ്ങളിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇവരുടെ ഇസ്ലാഹിയത്തിന്റെ, ഇവരുടെ തൗഹീദിന്റെ ഒന്നാമത്തെ ഇരകൾ മുസ്ലിങ്ങളായിരിക്കും. അപ്പൊ നമ്മൾ സമാധാനത്തോടെ സ്വസ്ഥമായിട്ട് ജനാധിപത്യ രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു പ്രദേശത്ത് മറ്റു മതസ്ഥരുടെ വിശ്വാസങ്ങളെ കൂടി പരസ്പരം മാനിച്ചും സഹകരിച്ചും സ്നേഹിച്ചും ജീവിച്ചു പോകുന്നിടത്ത് അവിടെ നിങ്ങൾ ഓണത്തിന് പോകാൻ പാടില്ല, ക്രിസ്മസിന്റെ കേക്ക് നിങ്ങൾ മുറിക്കാൻ പാടില്ല, നിങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെയുള്ള മതവിശ്വാസികൾ തമ്മിലുള്ള സൗഹാർദ്ദാന്തരീക്ഷം തകർക്കുക എന്നത് ഇവരുടെ തൗഹീദ് പ്രചരിപ്പിക്കുന്നതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ്. മതവിഭാഗങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നത് വഹാബിയത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യമാണ്. അവരും നമ്മളും വ്യത്യസ്തരാണ് എന്ന് കൃത്യമായി സ്ഥാപിക്കാൻ ശ്രമിക്കുക, അവരുമായിട്ട് സഹകരിക്കരുത് എന്ന് പരസ്യമായിട്ട് പറയുക. ഇതുവരെ എപ്പോഴും ചെയ്തിട്ടുണ്ട്, എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. ഈ പറയപ്പെടുന്ന മുഹ്സിൻ ഐദീദ് എന്ന് പറയുന്നയാൾ
ഇപ്പോ ഇത്രയെങ്കിലും മയപ്പെടുത്തി പറയുന്നയാൾക്ക് ജനാധിപത്യ വ്യവസ്ഥിതിയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. ജനാധിപത്യ വ്യവസ്ഥിതി തകർക്കപ്പെടേണ്ടതാണെന്നും അത് അള്ളാഹുവിൻ്റെതല്ല എന്നും അത് ഇസ്ലാമികമല്ല എന്നും അത് മഹത്തരമാണ് എന്ന് ചിന്തിക്കുന്നവൻ ഇസ്ലാം ദീനിൽ നിന്ന് പുറത്താണെന്നും പറഞ്ഞ മഹാനാണ് ഈ പറയപ്പെടുന്ന മുഹ്സിൻ ഐദീദ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ വീഡിയോ ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ എടുക്കാം. ഇപ്പോഴല്ല, കുറച്ച് പഴയതാ. ഇവരുടെ അകത്തുള്ള ക്ലാസ്സുകൾ പുറത്തോട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്ത് പറയാൻ വേണ്ടി പറയുന്നിടത്ത് ഇദ്ദേഹത്തിന്റെ വാദഗതികളുടെ അപകടം ഇത്രയും പതിയിരിക്കുന്നുണ്ടെങ്കിൽ ഇവർ രഹസ്യമായി നടത്തുന്ന ക്ലാസ്സുകളുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിൽപ്പെടുന്ന ഒരു സാധനം ജനാധിപത്യ വ്യവസ്ഥിതിയെക്കുറിച്ചുള്ള ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എൻ്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്. അത് ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇവിടെ സാധാരണ വിശ്വാസികൾ വിചാരിക്കുന്നത് പോലെ ഏകദൈവം, അതിലുള്ള വിശ്വാസം, അതാണ് തൗഹീദ് എന്ന് നിങ്ങൾ ധരിച്ചു പോകരുത്. ഇവർ പറയുന്ന തൗഹീദ് വേറൊരു തൗഹീദാണ്. ആ തൗഹീദ് 7-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബി അവിടെ നടപ്പിലാക്കിയ തൗഹീദാണ് എന്നിവർ പറയപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് ആ തൗഹീദ് എതിർക്കപ്പെടേണ്ടതാണ്. അത് നാട്ടിലെ പ്രശ്നം ഉണ്ടാക്കാൻ കാരണമാകും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മക്കയിലേക്ക് ദഅവത്തുമായി വന്നെത്തുന്നു. മക്കയിൽ കൊലയുണ്ട്, കൊള്ളയുണ്ട്, ജനങ്ങളെ അതിക്രമിക്കുന്നവരുണ്ട്, യുദ്ധങ്ങളുണ്ട്, അനാവശ്യമായ അക്രമങ്ങളുണ്ട്, അനീതിയുണ്ട്, വ്യഭിചാരമുണ്ട്, മദ്യപാനമുണ്ട്, സാംസ്കാരികമായ പ്രശ്നങ്ങളുണ്ട്, രാഷ്ട്രീയമായ പ്രശ്നങ്ങളുണ്ട്. അവർക്ക് മുൻപിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ മുഹമ്മദിന്റെ പ്രശ്നം ഇതൊന്നും ആയിരുന്നില്ല. മുഹമ്മദ് പറഞ്ഞ അള്ളാഹിനെ മാത്രം ആരാധിക്കണം, ബാക്കിയൊന്നും മുഹമ്മദിന് പ്രശ്നമായിരുന്നില്ല. മുഹമ്മദ് ഈ പറയപ്പെടുന്ന കാര്യങ്ങളിൽ ഏറിയ കൂറും അതിന്റെയൊക്കെ പ്രയോക്താവായിരുന്നു. കൊള്ള ചെയ്തിട്ടുണ്ട്, കൊല ചെയ്തിട്ടുണ്ട്, അക്രമം ചെയ്തിട്ടുണ്ട്, ആളുകളെ ചതിച്ചു വന്നിട്ടുണ്ട്, മനുഷ്യന്മാരെ ജീവിക്കാൻ സമ്മതിക്കാതെ നാട് കടത്തിയിട്ടുണ്ട്, കൂട്ടക്കൊല നടത്തിയിട്ടുണ്ട്. അതൊക്കെ പണ്ട് മക്കയിലുണ്ടായിരുന്നു. പക്ഷെ മുഹമ്മദിന്റെ പ്രശ്നം ഇതൊന്നും ആയിരുന്നില്ല. മുഹമ്മദിന്റെ പ്രശ്നം അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നു എന്നുള്ളതായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽമജാദിലെയും ഉഖാദയിലെയും ചന്തകളിൽ ഉയരമുള്ള പ്രദേശങ്ങളിൽ കയറി നിന്ന് വിളിച്ചു പറഞ്ഞത് എന്താണ്? നിങ്ങൾ വ്യഭിചാരം ഉപേക്ഷിക്കണമെന്നാണോ? നിങ്ങൾ ഈ സാമൂഹികമായ കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കണമെന്നാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. തുഫ്ലിഹൂ, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് അതായിരുന്നു. മുഹമ്മദിന്റെ പ്രശ്നം അള്ളാഹു അല്ലാത്തവരാകെ ആരാധിക്കരുത് എന്നാണ്. മറ്റുള്ളതൊക്കെ മുഹമ്മദിന് ആവശ്യമുള്ള സാധനമായിരുന്നു, മുഹമ്മദ് ആവശ്യം പോലെ ചെയ്തിട്ടുള്ളതായിരുന്നു. എന്തുകൊണ്ട് അള്ളാഹു അല്ലാത്തവർ ആരാധിക്കരുത് എന്ന് പറയണം? മുഹമ്മദിന്റെ പ്രവാചകത്വം അംഗീകരിക്കണം. മുഹമ്മദിന്റെ പ്രവാചകത്വം ഇവർ അംഗീകരിച്ച് ഇവരെല്ലാവരും മുഹമ്മദിന്റെ അനുയായികളായാൽ മുഹമ്മദിന്റെ ആത്യന്തിക ലക്ഷ്യമായിട്ടുള്ള മക്കയുടെ ഭരണം കയ്യിൽ കിട്ടും, കഅബയുടെ താക്കോല് കിട്ടണം, മക്കയുടെ സമ്പൂർണ്ണമായിട്ടുള്ള അധികാരം മുഹമ്മദിന്റെ കൈകളിൽ എത്തണം. ഇതിനുവേണ്ടി മുഹമ്മദ് ഉണ്ടാക്കിയ കഥ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസങ്ങളിൽ നിന്ന് ഒരു വിശ്വാസത്തെ കവർന്നെടുക്കുകയും ആ വിശ്വാസത്തിന്റെ വക്താവായ ആ ദൈവത്തിന്റെ പ്രവാചകനാണ് ഞാനെന്ന് ഒരു തെളിവുമില്ലാത്ത ഒരു പാറപ്പുറത്ത് കുറെ ദിവസം കയറിയിരുന്ന് പുറത്തിറങ്ങി വന്നിട്ട് നാടകം കളിച്ചിട്ട് ആളുകളോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ പ്രവാചകനാണെന്ന്. എന്നിട്ട് ഇനി ഞാൻ പറയണ പോലെ നിങ്ങൾ ചെയ്യണം എന്നാണ്. മുഹമ്മദ് പറയണത് പോലെ ചെയ്യുക എന്നതുകൊണ്ട് മുഹമ്മദ് ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു എന്ന് മുഹമ്മദിന്റെ മക്കയിലെ കസർത്തും മദീനയിലുള്ള മുഹമ്മദിന്റെ അക്രമ ജീവിതവും ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ചതിപ്രയോഗത്തിലൂടെ മക്കയെ കീഴ്പ്പെടുത്തി വന്നതിന് ശേഷം മുഹമ്മദ് കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാ നോക്കിയാൽ മതി. മുഹമ്മദ് മക്കം ഫതഹിന് ശേഷം താക്കോല്, കഅബയുടെ താക്കോല് കണ്ടെത്തിയിട്ട് അത് താക്കോല് സൂക്ഷിക്കാൻ വേണ്ടി മുഹമ്മദിന് ഇഷ്ടപ്പെടുന്ന ഒരാളുടെ അടുത്ത് ഏൽപ്പിക്കുന്ന സമയത്തെ ഇസ്ലാമിക ചരിത്രം വർണ്ണിച്ചു വെച്ചിട്ടുള്ളത് വായിച്ചാൽ മതി. മുഹമ്മദിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നറിയാൻ. അക്രമം നടത്തുന്നവർ, കൊള്ള ചെയ്യുന്നവർ, കൊല ചെയ്യുന്നവർ, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേടികളായിരുന്നവർ, അതേ പ്രവർത്തനങ്ങൾ മുഹമ്മദിന്റെ കൂടെ കൂടിയിട്ട് കാണിച്ചു കൂട്ടുന്നതാണ് നമ്മൾ മദീനയിൽ പിന്നെ കാണുന്നത്. ഉമർ എന്ന് പറയുന്ന ആ മക്കയിലുണ്ടായിരുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു മനുഷ്യൻ അതേ പ്രവർത്തനങ്ങൾ മുഴുവൻ ഇസ്ലാമിന് വേണ്ടി പിന്നെ ചെയ്യുന്നതാണ് നമ്മൾ കാണുക. അപ്പൊ അത് മക്കയിൽ ഇസ്ലാമിന് പുറത്ത് ചെയ്യുമ്പോൾ അക്രമവും, ഇസ്ലാമിന് വേണ്ടി മുഹമ്മദിന്റെ കൂടെ നിന്ന് ചെയ്യുമ്പോൾ അത് മഹത്തായ ധീരകൃത്യവുമായിട്ട് ഇവരെണ്ണും. കാരണം എന്താ? ഇവര് പറയുന്ന തൗഹീദിന്റെ വക്താവാണ്. തൗഹീദിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആളെ കൊല്ലാം, യുദ്ധം ചെയ്യാം, കൊള്ളയടിക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, മക്കക്കാർ വ്യത്യസ്തങ്ങളായ തിന്മകളിൽ അകപ്പെട്ടിരുന്നവരാണ്. വ്യഭിചാരമുണ്ട്, മദ്യപാനമുണ്ട്, മോശത്തരങ്ങളുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ തൗഹീദും പരലോകവും പറഞ്ഞുകൊണ്ട് അവതരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, എന്നിട്ട് ഈ മക്കയിൽ നിന്ന് തൗഹീദ്, പരലോകം ഇതൊക്കെ പറഞ്ഞ് മാത്രം ആയത്തിറങ്ങിയിരുന്നു എന്ന് പറഞ്ഞാൽ മദീനയിൽ നിന്ന് ഏത് തരം ആയത്താണ് ഇറങ്ങിയിരുന്നത് എന്നും കൂടി നിങ്ങൾ കേൾക്കണം. അപ്പോഴാണ് ഇതിന്റെ വ്യത്യാസം മനസ്സിലാവുക. മക്കയിൽ മുഹമ്മദ് പറഞ്ഞത് അത്രയും തൗഹീദായിരുന്നു എങ്കിൽ
മദീനയിൽ മുഹമ്മദ് പറഞ്ഞതത്രയും ആക്രമിക്കാനുള്ള ആഹ്വാനമായിരുന്നു, കീഴ്പ്പെടുത്താനുള്ള ആഹ്വാനമായിരുന്നു, അധീനപ്പെടുത്താനുള്ള ആഹ്വാനമായിരുന്നു, കൊള്ള ചെയ്യാനുള്ള ആഹ്വാനമായിരുന്നു, സ്ത്രീകളെയും കുട്ടികളെയും വരെ അടിമകളാക്കി പിടിച്ച് പങ്കിട്ടെടുക്കുന്നതിൻ്റെ കണക്ക് പറയുന്ന ആഹ്വാനങ്ങളായിരുന്നു. എന്ന് പറഞ്ഞാൽ മക്കയിൽ മുഹമ്മദ് ഇവരെ സ്നേഹബുദ്ധിയാൽ ഇവർ പറഞ്ഞു പറ്റിച്ച് ഒരു കള്ളപ്രവാചകൻ എന്ന രീതിയിൽ പ്രവാചകത്വം കള്ളമായി വാദിച്ചു കൊണ്ട് വന്നിട്ട് അതിൽ ഇവർ ആകൃഷ്ടരാകുമോ എന്ന ശ്രമം നടത്തുമ്പോൾ മുഹമ്മദ് പറഞ്ഞത് അത്രയും തൗഹീദായിരുന്നു. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കണം, ആ ദൈവം പറഞ്ഞയച്ച ആളാണ് ഞാൻ. എന്തിനിവർ തൗഹീദിലേക്ക് വരണം? തൗഹീദിലേക്ക് ഇവർ വന്നാലേ മുഹമ്മദിന്റെ പ്രവാചകത്വം അവിടെ ഉറപ്പിക്കപ്പെടുള്ളൂ. അങ്ങനെ ഇവർ മുഹമ്മദിന്റെ പ്രവാചകത്വത്തിന് അധിഷ്ഠിതമായിട്ടുള്ള തൗഹീദിലേക്ക് വന്നാൽ മുഹമ്മദിന് കാര്യങ്ങൾ അവിടെ എളുപ്പമാവും. അങ്ങനെ 13 കൊല്ലം ശ്രമിച്ച് ഒന്നും നടക്കാതെയാണ് മുഹമ്മദ് മദീനയിലേക്ക് പോകുന്നത്. ഇനി മക്കയിൽ പോലും മുഹമ്മദ് നടത്തിയിരുന്ന തൗഹീദ് കേവലമായിട്ടുള്ള അള്ളാഹുവിന് മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞ് ഉപദേശം മാത്രമാണോ? അവിടെ നടന്ന് ആദ്യഘട്ടത്തിലൊക്കെ തൗഹീദിലേക്ക് സ്നേഹപൂർവ്വം വിളിച്ച മുഹമ്മദ് കുറച്ച് കഴിയുമ്പോൾ ഫ്രസ്ട്രേഷൻ വരാൻ തുടങ്ങി, മറ്റുള്ളവരുടെ ദൈവങ്ങളെ നിന്ദിക്കാൻ തുടങ്ങി, ചീത്ത വിളിക്കാൻ തുടങ്ങി, അസഭ്യം പറയാൻ തുടങ്ങി. ഇതൊന്നും നമ്മൾ പറയുന്നതല്ല, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ എഴുതി വെച്ച കാര്യങ്ങളാണ്. എന്നിട്ട് അങ്ങനെ തൗഹീദ് പറഞ്ഞ സമയത്ത് വരാതിരുന്നവർ, മൈൻഡ് ചെയ്യാതിരുന്നവർ മുഹമ്മദ് ആക്രോശിക്കാനും മുഹമ്മദ് അവരുടെ ദൈവങ്ങൾ അവഹേളിക്കാനും അവരുടെ ദേവാലയത്തെ നിന്ദിക്കാനും ഒക്കെ തുടങ്ങിയ സമയത്ത്, ആ സമയത്ത് മുഹമ്മദിനോട് അപ്പോൾ പോലും സഹിഷ്ണുതയോടെ പ്രവർത്തിച്ചവരാണ് മക്കയിലുണ്ടായിരുന്ന മനുഷ്യർ എന്നുള്ളതാണ് വാസ്തവം. അതിനെയൊക്കെ ഇവിടെ മുഹ്സിൻ ഇത് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത് നോക്കൂ. ഇതാ മുസ്ലിം പേരുള്ള സാംസ്കാരിക നായകന്മാരെന്ന് അവകാശപ്പെടുന്നവർ, മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നിർദ്ദേശങ്ങൾ വെക്കുന്നു എന്ന് പറയുന്നവർ, അവർ കേൾക്കട്ടെ. നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടെങ്ങാനും ആദ്യം വന്ന് ലാ തസ്നു, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ അവർ പറയുമായിരുന്നു ലാ നദഉ സിന അബദ, വ്യഭിചാരം ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. മുഹമ്മദിന്റെ കൂടെയുള്ള ആളുകളുടെ കഥയാണ് ഈ പറയുന്നത്. മുഹമ്മദിന്റെ കൂടെയുള്ളവരോട് പോലും ഇത് പറഞ്ഞ് നടക്കില്ലായിരുന്നു ആദ്യഘട്ടത്തിൽ. മുഹമ്മദ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, വ്യഭിചാരം നിരോധിക്കണം എന്നത് സംഭവമൊക്കെ മുഹമ്മദ് എന്തൊക്കെ ഓപ്ഷൻസ് കൊടുത്തിട്ടാണ് ഒഴിവാക്കുന്നതെന്ന് ആലോചിക്കണം. മദ്യപാനം മുഹമ്മദിനെ ബാധിക്കുന്നു, മുഹമ്മദിന്റെ ലക്ഷ്യത്തിനെ ബാധിക്കുന്നു എന്ന് തോന്നുമ്പോഴാണ് ഘട്ടം ഘട്ടമായിട്ട് നിരോധിക്കുന്നത്. പലിശ എന്ന് പറയുന്നത് മുഹമ്മദ് രാഷ്ട്രീയമായിട്ട് ജൂതന്മാർക്കെതിരെയുള്ള ഒരു ഉപരോധത്തിന്റെ തന്ത്രമായിട്ടാണ് നിരോധിക്കുന്നത്. അപ്പോഴും ഇസ്ലാമിന് വേണ്ടി ആക്രമിക്കലും കീഴ്പ്പെടുത്തലും കൊള്ള ചെയ്യലും അടിമകളാക്കി പിടിക്കലും ഒക്കെ ഓപ്പണാക്കി വെച്ചു. ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും ഹലാൽ എന്ന ഗണത്തിലാണ് അടിമ സമ്പ്രദായം പെടുക. അനിസ്ലാമിക രാജ്യത്തെ ഇസ്ലാമികവൽക്കരിക്കുന്നതിന് വേണ്ടി ആക്രമിക്കുന്നതിന്റെ ഇസ്ലാമിക വിധി എന്ന് പറയുന്നത് ഹലാലാണ്. ചില സമയത്ത് അത് നിർബന്ധ ബാധ്യതയാണ്, അത് ഫറദ് കിഫായാണ് എന്നൊക്കെ വാദിക്കുന്ന പലതരം അഭിപ്രായങ്ങളുണ്ട്. ഇസ്ലാമിന് ചെന്ന് കയറാനും ഇസ്ലാം പ്രബോധനം നടത്താനും ഇസ്ലാമിക പ്രചാരണത്തിന് അനുവാദമില്ലാത്ത പ്രദേശങ്ങളിൽ ആ പ്രദേശങ്ങളെ ആക്രമിക്കൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ബാധ്യതയാണ് എന്നാണ് ഇസ്ലാമിന്റെ നിയമം. ഇസ്ലാമിന് പ്രവർത്തിക്കാനും ഇവിടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള പ്രദേശങ്ങളിൽ അതിന്റെ പ്രബോധനത്തിന് തടസ്സം നിന്നാലും അതിന്റെ വിധി അത് തന്നെയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഇന്നിതാ മുസ്ലിമീങ്ങളിൽ ചില ആളുകൾ പറയുന്നു, നിങ്ങൾ ഇങ്ങനെ തൗഹീദ് പറഞ്ഞുകൊണ്ടിരുന്നോളൂ, ഇതാ ശത്രുക്കൾ നിങ്ങളുടെ വാതിലുകൾക്ക് മുന്നിലെത്തിയിരിക്കുന്നു, അവർ നിങ്ങളുടെ കഴുത്തറുക്കാനായിരിക്കുന്നു, അവർ നിങ്ങളുടെ ജീവൻ എടുക്കാനായിരിക്കുന്നു. അതുകൊണ്ട് ഈ സമയത്തെങ്കിലും തൗഹീദ് തൗഹീദ് എന്ന് പറയുന്നത് നിങ്ങൾ അവസാനിപ്പിക്കണം. ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സഹോദര നിനക്കെന്തറിയാം, സഹോദര നിനക്കെന്തറിയാം, ഇവിടെ പല പ്രശ്നം ഉണ്ടാകും, രാഷ്ട്രീയപരമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും, മുസ്ലിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നുണ്ടാകും. ഇവരുടെ തൗഹീദ് പ്രചാരണം, സ്നേഹസംവാദം തുടങ്ങിയിട്ടുള്ള പരമത നിന്ദ അതിവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ പ്രതിരോധമുണ്ടാകും, പ്രതികരണമുണ്ടാകും. എന്ത് പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല, ഞങ്ങൾക്കിത് നിർത്താൻ പറ്റൂല എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചിരുന്ന കാലഘട്ടം അവിടുന്ന് തൗഹീദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാ മക്കയിലെ നേതാക്കന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് പറയുന്നു, മുഹമ്മദ് ഈ പറയുന്ന കാര്യം ഒന്ന് മയപ്പെടുത്തിക്കൂടെ, ഈ പറയുന്ന കാര്യം ഇങ്ങനെ പരസ്യമായി എല്ലായിടത്തും പറയാതെ നിങ്ങൾക്കൊന്ന് രഹസ്യമായി പറഞ്ഞുകൂടെ, നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ ഉപേക്ഷിക്കണമെന്ന് പറയുന്നത്, ഞങ്ങൾ വേണമെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കാം, നീ പറയുന്ന ചിലതൊക്കെ ഞങ്ങൾ സ്വീകരിക്കാം, ഞങ്ങൾ പറയുന്ന ചിലത് നിനക്കും എടുത്തുകൂടെ. മുഹ്സിൻ ഐദീദ് പറഞ്ഞ ഈ കാര്യങ്ങൾ കളവാണെങ്കിൽ പോലും ആ കളവ് പോലും മക്കക്കാരുടെ സഹിഷ്ണുത നമ്മളോട് വിളിച്ചു പറയാണ്. മുഹമ്മദ് അവിടെ ചുറ്റും നടന്ന് മുഹമ്മദിന്റെ തൗഹീദ് മാത്രമാണ് ശരി എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അല്ല, ആദ്യഘട്ടത്തിൽ മുഹമ്മദ് അങ്ങനെ ശ്രമിച്ചുവെങ്കിലും ഫ്രസ്ട്രേഷനിൽ മുഹമ്മദ് പിന്നീട് ചെയ്യുന്നത് അവിടുത്തെ ദൈവങ്ങളെ ചീത്ത വിളിക്കുകയാണ്, നിന്ദിക്കുകയാണ്, അവരെ അന്ധരും ഭൂകരുമായിട്ടുള്ള ജന്തുക്കളാണ് എന്ന്
മുഹമ്മദ് പറഞ്ഞത് അല്ലെങ്കിൽ അള്ളാഹ് ആയത്തിറക്കിയെന്ന് ഖുർആനിലുണ്ട്. അപ്പൊ ഈ അർത്ഥത്തിൽ മുഹമ്മദ് അംഗീകരിക്കാത്ത അല്ലെങ്കിൽ മുഹമ്മദിന്റെ അള്ളാഹു അല്ലാത്ത മറ്റുള്ളവരുടെ ആരാധ്യ വസ്തുക്കളെ മുഴുവൻ നിന്ദിക്കുകയും അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ട് മുഹമ്മദ് മക്കയിൽ ജീവിച്ചത് 13 കൊല്ലമാണെന്ന് ആലോചിക്കണം. അപ്പൊ മക്കാർ വന്നിട്ട് പറയാണ്, മുഹമ്മദേ നിനക്കിതൊന്നും മയത്തിൽ പറഞ്ഞൂടെ എന്ന്, നിനക്കിതൊന്നും മയത്തിൽ പറഞ്ഞൂടെ എന്ന്. എന്ത്, നീ നിന്റെ തൗഹീദ് പറഞ്ഞോ, നീ നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചോ എന്ന് പറയുന്നിടത്ത് ഞങ്ങളുടെ ദൈവങ്ങളെ നിന്ദിക്കരുതേ എന്ന അപേക്ഷയാണ് മുഹമ്മദിനോട് വെക്കുന്നത്. അങ്ങനെ നിന്ദിക്കാതിരിക്കാൻ നിന്റെ ദൈവത്തെ ആരാധിക്കാൻ വരെ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ മനുഷ്യരാണ് മക്കയിൽ ഉണ്ടായിരുന്ന ആളുകൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് മുഹമ്മദിന്റെ തൗഹീദ്. നാടിന്റെ സമാധാനം മൊത്തം തകർന്നാലും നാട്ടിലുള്ള മുഴുവൻ മനുഷ്യരും പരസ്പരം തമ്മിൽ തല്ലി 2 വഴിക്ക് പിരിഞ്ഞു പോയാലും ശത്രുക്കളായി മാറിയാലും ഞങ്ങൾ ഈ പറയിൽ നിർത്തൂല, കാരണം ഞങ്ങളെ നേതാവ് അതാ പഠിപ്പിച്ചത് എന്നാണ്. അല്ലാതെ മുഹമ്മദ് അവിടെ നിങ്ങളുടെ ദൈവങ്ങളെ ഉപേക്ഷിച്ച് എന്റെ ദൈവത്തെ സ്വീകരിക്കൂ എന്നല്ല പറഞ്ഞത്. അവരുടെ ദൈവങ്ങളെ ചീത്ത വിളിച്ചു. മുഹമ്മദിന്റെ പിതൃവ്യന്റെ അടുത്ത് പരാതിയുമായിട്ട് വന്നു, അത് നിർത്തണം എന്നാവശ്യപ്പെടാൻ പറഞ്ഞു. മുഹമ്മദ് ആര് പറഞ്ഞാലും കേൾക്കൂല. എന്തൊക്കെ വൃത്തികേടുകൾ കഅബയ്ക്ക് ചുറ്റും വിഗ്രഹങ്ങളോടും ഈ മുഹമ്മദ് ചെയ്തു കൂട്ടിയിട്ടുണ്ട് എന്ന് ഇസ്ലാമിന്റെ ചരിത്രങ്ങളിൽ തന്നെ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. അതിനെയാണ് ഇവർ തൗഹീദ് എന്ന് പറയുന്നത്. ഇസ്ലാമികേതരമായ സകല മനുഷ്യരുടെയും സകല വിശ്വാസങ്ങളെയും സകല ദൈവസങ്കല്പങ്ങളെയും നിന്ദിക്കുക, അപമാനിക്കുക, ഇസ്ലാം മാത്രം ശരിയും ഇസ്ലാമികേതരമായതെല്ലാം തെറ്റും എന്ന് മനുഷ്യരെ അപമാനിക്കുക എന്ന വൃത്തികേടിന്റെ പേരാണ് ഇവർ പറയുന്ന തൗഹീദ്. അതിനുള്ള മറുപടിയായി കൊണ്ട് വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് അവതരിച്ചു. പറയുക, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിനെയും റസൂലിനെയും പരലോകത്തെയും നിഷേധിച്ചവരെ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ഒരിക്കലും ആരാധിക്കുകയില്ല. ഞാനൊരു വിഗ്രഹത്തിന് മുൻപിൽ സുജൂദ് ചെയ്യില്ല. ഞാനൊരു ക്ഷേത്രത്തിൽ വന്ന് ആരാധിക്കുകയില്ല. ഞാനിതാ ഒരിക്കലും അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയില്ല. വിശുദ്ധ ഖുർആനിൽ വ്യക്തമായ പ്രഖ്യാപനമായി സൂറത്തുൽ കാഫിറൂൻ അവതരിച്ചില്ലേ? എന്തിനാണ് ഇത് അവതരിച്ചത്? ഈ പറഞ്ഞതിനാണ്. എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾ നിർത്തൂല എന്ന് പറയാനാണ്. സൂറത്തുൽ കാഫിറൂനിൽ മുഹമ്മദ് മറ്റുള്ള ദൈവങ്ങളെ അംഗീകരിക്കൂല എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ കാഫിറൂൻ ഇറങ്ങിയത്? അല്ല. നിരവധി സമയത്ത് മുഹമ്മദിനോട് ഇവർ നേരിട്ടും അല്ലാതെയും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്, ഉപാധികൾ വെച്ചുകൊണ്ടിരുന്നത് അവരുടെ ദൈവങ്ങളെ നിന്ദിക്കരുതേ എന്നാണ്. മുഹമ്മദിന്റെ വിശ്വാസം ഉപേക്ഷിക്കണം എന്നല്ല, ഞങ്ങളുടെ ദൈവങ്ങളെ മുഹമ്മദെ നീ ആക്ഷേപിക്കരുത് എന്നതായിരുന്നു. അപ്പൊ മുഹമ്മദ് നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥയ്ക്കകത്ത് ചെന്നിട്ട് അവിടെയുള്ള മനുഷ്യരുടെ ആരാധനകളെ മുഴുവൻ മുഹമ്മദിന്റെ ആരാധനയെ വെച്ചുകൊണ്ട് താരതമ്യം ചെയ്യുകയും ഇതല്ലാത്തതെല്ലാം മോശമാണ് എന്ന് അവരുടെ ഇടയിൽ ജീവിച്ച് വിളിച്ചു പറയുകയും ചെയ്ത മനുഷ്യനാണ്. ആ പണി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 21-ാം നൂറ്റാണ്ടിൽ എല്ലാ മതസ്ഥർക്കും തുല്യമായിട്ടുള്ള അന്തസ്സോടെ ജീവിക്കാൻ അവകാശമുള്ളിടത്ത് ഞങ്ങളുടെ മതം മാത്രമാണ് ശരി, ബാക്കിയുള്ളതൊക്കെ മോശമാണ് എന്ന് പറയുക, മറ്റു വിശ്വാസ സങ്കല്പങ്ങളെ, അവരുടെ ആരാധനാലയങ്ങളെ വേശ്യാലയങ്ങളോട് ഉപമിക്കുക, ഇത്തരം വൃത്തികേട് കാണിക്കുന്നതിന് ഇവർ ഓമന പേരിട്ട് വിളിക്കുന്നതാണ് തൗഹീദ്. ഈ തൗഹീദ് കൊണ്ട് നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഇത് നിങ്ങളൊന്ന് കുറക്കണം, ഇതിങ്ങനെ ചെയ്യുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ജീവിതത്തിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് ഇസ്ലാമിനകത്തു നിന്നുള്ള ആളുകൾ വിളിച്ചു പറയുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് മറുപടി പറയാൻ സൂറത്തുൽ കാഫിറൂനിന്റെ ഉദാഹരണം വെച്ചുകൊണ്ട് മുഹ്സിൻ ഐദീദ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? ഞങ്ങൾ ഇങ്ങനെ ചെയ്യും, ഇത് ഞങ്ങളുടെ പ്രവാചകൻ പഠിപ്പിച്ചതാണ്, ഇത് നിർത്തിയിട്ടുള്ള സമാധാനം ഞങ്ങൾക്ക് വേണ്ട, ഇത് നിർത്തിയിട്ടുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് വേണ്ട എന്നല്ലേ പറയുന്നതിന്റെ അർത്ഥം. പക്ഷെ ഇവരാരും വിമർശിക്കാൻ പാടില്ല. ഇവരാരെങ്കിലും വിമർശിച്ചാൽ ഇവരുടെ ശത്രുക്കൾക്ക് വളം വെക്കലായിട്ട് അത് മാറും എന്നാണ് ഇവരുടെ വാദം. സൂറത്തുൽ ഖലം നിങ്ങൾ എടുക്കുക. എന്താണ് അല്ലാഹു പറഞ്ഞത്? വദ്ദു ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ദീനിന്റെ കാര്യമൊന്നും മയപ്പെടുത്തിയാൽ, ഈ തൗഹീദ് പറയുന്നത് ഒന്നും മയപ്പെടുത്തിയാൽ അവർക്കും മയപ്പെടുത്താമെന്ന് ആഗ്രഹമുണ്ട്. ഫലാ തുതിഇൽക. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഫലാ തുതിഅ കുല്ല ഹല്ലാഫിൻ മഹീൻ. അല്ലാഹുവിന്റെ റസൂലേ, ഒരിക്കലും ഈ പറയുന്ന ആളുകളെ നീ അനുസരിക്കരുത്. നീ മയപ്പെടുത്താൻ അവർ നിന്നോട് പറയുന്നു, നീ ഒരിക്കലും അനുസരിക്കരുത്. തൗഹീദിൽ ഉറച്ചു നിൽക്കണം. എങ്ങനെയുണ്ട്? മുഹമ്മദ് മയപ്പെടുത്തുകയാണെങ്കിൽ അവരും മയപ്പെടുത്തണം എന്ന് അവരാഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞത് മുഹ്സിൻ ഐദീദിന്റെ വാക്കുകൊണ്ടാണ്. മക്കക്കാർ മുഹമ്മദിനോട് കാണിച്ചിരുന്ന സഹിഷ്ണുതയ്ക്ക് ഇസ്ലാമിക ഗ്രന്ഥത്തിന് പുറത്ത് ഒരു തെളിവും അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. മുഹമ്മദിനോട് ഇവർ ഉപാധി വെച്ചു എന്ന് പറയില്ലേ? ഒരു കയ്യിൽ ചന്ദ്രനും മറുകയ്യിൽ സൂര്യനും വെച്ച് തന്നാലും ഞാൻ ഈ തൗഹീദ് ഉപേക്ഷിക്കൂല എന്ന് മുഹമ്മദ് പറഞ്ഞത്, മുഹമ്മദ് തൗഹീദ് ഉപേക്ഷിക്കണം എന്നല്ല പറഞ്ഞത്. മുഹമ്മദ് അള്ളാഹുവിനെ ഉപേക്ഷിക്കണം എന്ന് മക്കക്കാർ പറഞ്ഞിട്ടില്ല. മുഹമ്മദേ, നീ ഞങ്ങളുടെ ദൈവങ്ങളെ അപമാനിക്കരുതേ, ചീത്ത വിളിക്കരുതേ എന്ന് പറയുമ്പോൾ ആ അപേക്ഷ മുഹമ്മദ് സ്വീകരിക്കാനുള്ള ഉപാധിയായിട്ടാണ് ഇവർ ഈ ഉപാധികളൊക്കെ വെച്ചത്. മുഹമ്മദേ, നീ പറയുന്നത് പോലെ ഞങ്ങൾ ആരാധിക്കാം, പക്ഷെ ഞങ്ങളെ ദൈവങ്ങളെ ചീത്ത വിളിക്കരുത് എന്നാണ്. ഇത് പറഞ്ഞ ആളുകൾ അപ്പൊ അള്ളാഹ് ആയത്തിറക്കി കൊടുക്കുമല്ലോ, അങ്ങനെയൊക്കെ പറയും, മുഹമ്മദേ ഒന്നും കുറക്കരുത്, കയറ്റി പിടിച്ചോന്ന്. അവിടുന്ന് അങ്ങനെ ഈ ആക്ഷേപവും അധിക്ഷേപവും ഒക്കെ നടത്തി അവസാനം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയതിനു ശേഷം മുഹമ്മദ് പിന്നെ തൗഹീദ് പറഞ്ഞിട്ടേയില്ല.
മദീനയിലും മുഹമ്മദ് പഠിപ്പിച്ചത് തൗഹീദല്ല, വാളെടുത്തുകൊണ്ട് അക്രമത്തിലൂടെ മനുഷ്യരെ ഭയപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദിന്റെ വരുതിയിലാക്കുന്ന തന്ത്രമാണ് ഹിജ്റക്ക് ശേഷം മുഹമ്മദ് പയറ്റിയത്. കാരണം തൗഹീദ് പറഞ്ഞിട്ട് വലിയ കോപ്പില്ല എന്ന് മനസ്സിലാക്കി വാളെടുക്കുകയാണ് മുഹമ്മദ് ചെയ്തത്. ഇതല്ലേ ഇസ്ലാമിന്റെ ചരിത്രം. താങ്കൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക, ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. താങ്കൾ അത് ചെയ്തിട്ടില്ല എങ്കിൽ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തം താങ്കൾ നിറവേറ്റിയിട്ടില്ല. അള്ളാഹു പറഞ്ഞ കൽപ്പന അനുസരിച്ചുകൊണ്ട് നീ തൗഹീദ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്താൽ ജനങ്ങളിൽ നിന്ന് അള്ളാഹു നിന്നെ സംരക്ഷിക്കും. ശത്രുക്കൾ ഇതാ വാതിലിന് മുന്നിലെത്തിയിരിക്കുന്നു എന്ന് പറയുന്നവരോട് പറയാനുള്ള ആയത്താണിത്. എന്ത് നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക, പറയേണ്ടത് എങ്ങനെയെന്നും ഇതിൽ ഇനി ഇദ്ദേഹം പറയുന്നുണ്ട്. പറയേണ്ടത് എങ്ങനെ, പറയേണ്ട വിധം. മുഹമ്മദിനോട് അള്ളാഹു പറഞ്ഞു എന്നാണ് ഖുർആനിൽ ആയത്തുണ്ടെന്നാണ്. എന്ത്? നീ ഇത് എത്തിച്ചു കൊടുക്കുക. മുഹമ്മദ് തൗഹീദ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ജൂതഗോത്രത്തിന്റെ മുന്നിൽ പോയി നിൽക്കുന്ന രംഗം മദീനയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിലുണ്ട്. മുഹമ്മദ് പറയും ഞാനൊരു ദൂത് പറയാൻ വന്ന ആൾ മാത്രമാണ് എന്ന് പറയും. ഒരു ഗോത്രത്തിനടുത്ത് വന്നിട്ട് ജൂതഗോത്രമേ നിങ്ങൾ ഇസ്ലാമിലേക്ക് വരിക, ഇസ്ലാം സ്വീകരിക്കുക. അപ്പൊ അവിടുന്ന് ആ ജൂതന്മാരുടെ നേതാവിൽ ഒരാൾ പറഞ്ഞു, മുഹമ്മദെ നിങ്ങൾ സന്ദേശം എത്തിച്ചിരിക്കുന്നു. അപ്പൊ മുഹമ്മദ് പറഞ്ഞു അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ജൂതഗോത്രമേ നിങ്ങൾ ഇസ്ലാമിലേക്ക് വരിക, ഇസ്ലാം മതം സ്വീകരിക്കുക. അപ്പൊ വീണ്ടും അവർ പറഞ്ഞു നീ സന്ദേശം എത്തിച്ചിരിക്കുന്നു. വീണ്ടും മുഹമ്മദ് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു തീർച്ചയായിട്ടും ഈ ഭൂമി അള്ളാഹുവിനും അവന്റെ ദൂതനും ഉള്ളതാകുന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാം ആയില്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റൂല എന്ന് പ്രഖ്യാപിക്കുക. 13 കൊല്ലം മക്കയിൽ കറങ്ങി നടന്ന് തൗഹീദ് പറയുകയും ഇതര മതങ്ങളുടെ വേദഗ്രന്ഥങ്ങളെ, ദൈവങ്ങളെ നിന്ദിക്കുകയും ആക്ഷേപിക്കുകയുമാണ് ചെയ്തതെങ്കിൽ മദീനയിൽ പോയിട്ട് മുഹമ്മദ് ചെയ്തത് എന്താണെന്നറിയോ? എന്തിനും തയ്യാറായിട്ടുള്ള കുറച്ച് അക്രമി സംഘങ്ങളെ രൂപീകരിച്ചെടുക്കുകയും അക്രമത്തിലൂടെ മുഹമ്മദിനെ അധീനപ്പെടുത്തിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പ്രദേശങ്ങളെ, മനുഷ്യരെ, ഗോത്രങ്ങളെ മുഴുവൻ അതിന് വഴങ്ങാത്തവരെ കൊന്നുതള്ളി അടിമകളാക്കി പിടിച്ചു, അവരുടെ സമ്പത്ത് കൊള്ളയടിച്ചു. 13 കൊല്ലത്തിനിടയിൽ 90ഓളം അക്രമങ്ങളാണ് മുഹമ്മദും സംഘവും ചെയ്തു കൂട്ടിയത്. മുഹമ്മദ് നേരിട്ട് പങ്കെടുത്തതും മുഹമ്മദ് ആളെ നിയോഗിച്ച് ചെയ്തതും കൂടെ ചേർത്ത് 90-ലധികം. ആലോചിച്ചു, 10 വർഷത്തിനിടയിൽ 90 എണ്ണം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മുഹമ്മദിന്റെ മദീന ജീവിതം? ഇത് തൗഹീദിന്റെ പ്രചാരണം കഴിഞ്ഞിട്ട് തൗഹീദിന്റെ സംസ്ഥാപനമാണ് ഈ പറയുന്ന രംഗം. പ്രചാരണം മക്കയിൽ കഴിഞ്ഞു, ആ കടമ്പ കഴിഞ്ഞു, പിന്നെ അക്രമത്തിലൂടെ കീഴ്പ്പെടുത്തുക എന്നതാണ് അടുത്ത ഘട്ടം. നീ ഇസ്ലാമിനെ കുറിച്ച് പറയുക, തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. അള്ളാഹു നിന്നെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ ലോകം മുഴുവനുമുള്ള സൈന്യം നിനക്ക് കാവൽ നിന്നാലും അള്ളാഹു നിന്നെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ നിന്നെ രക്ഷപ്പെടുത്താൻ ഒരാളുമില്ല. അള്ളാഹു നിങ്ങളെ സഹായിച്ചാൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. അള്ളാഹു നിങ്ങളെ പരാജയപ്പെടുത്തിയാൽ ആരുണ്ടോ നിങ്ങളെ വിജയിപ്പിക്കാൻ? ആരാണ് നിങ്ങൾക്ക് സഹായം നൽകാനുള്ളത്? അള്ളാഹുവിന്റെ ചോദ്യമാണ്. അപ്പൊ അള്ളാഹുവിന്റെ സഹായം കിട്ടണമെങ്കിൽ ഇവിടെ മുതൽ ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾ ഇന്ന് നിലനിൽക്കുന്ന ഒരാശങ്കയുടെ പുറത്ത് ആ വിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ, അവർ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ സഹായം കിട്ടണമെങ്കിൽ ഇവരി പറയുന്ന തൗഹീദ്, ഇതര മതസ്ഥർക്ക് മുകളിൽ ഇതര മതസ്ഥരുടെ വിശ്വാസങ്ങൾ അവഹേളിക്കുന്ന ഈ മതത്തിനപ്പുറത്തേക്ക് മറ്റൊന്നും ശരിയല്ല എന്ന് വാദിക്കുന്ന, പരസ്യമായിട്ട് പറയുന്ന ഈ പ്രബോധന പരിപാടി ശക്തിയുക്തം നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങളെ അള്ളാഹു സഹായിക്കുള്ളൂ എന്നാണ് മുഹമ്മദ് നബിയോട് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പറയപ്പെടുന്ന പ്രതിസന്ധി കാലഘട്ടത്തിലും മുസ്ലിം സമൂഹം ദൈവത്തിന്റെ സഹായം കിട്ടണമെങ്കിൽ ചെയ്യേണ്ടത് ഇവിടെ തൗഹീദ് പറയലാണ്, തൗഹീദ് സ്ഥാപിക്കാൻ ശ്രമിക്കലാണ്, ദഅവത്ത് നടത്തലാണ്, ഇതര മതസ്ഥരെ അവരുടെ മതവിശ്വാസങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഇസ്ലാമിന്റെ തൗഹീദിലേക്ക് കൊണ്ടുവരലാണ് എന്ന അപകടകരമായ ഒരു ആഹ്വാനമാണ് മുഹ്സിൻ അയ്ദീദ് ഇവിടെ നടത്തുന്നത്. ഇത് മനസ്സിലാവാത്തത് കൊണ്ടോ ഇത് കാര്യമാക്കാതെയോ ഇവിടുത്തെ മുസ്ലിം സമൂഹം ഇതിന് വശംവദരായി പോയാൽ പിന്നീടുണ്ടാകുന്ന ദുരന്തം എത്രയായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇവരുടെ തൗഹീദിന് ഒരു ഘട്ടം കൂടി വരാനുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദിനെ മുറുകെ പിടിക്കുക, തൗഹീദിൽ നിന്ന് വിട്ടുപോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ കേൾക്കുക. നിങ്ങൾ തൗഹീദ് ഉപേക്ഷിച്ചാലാണ് അള്ളാഹുവിന്റെ ശിക്ഷകൾ വരിക. അത് പറയുന്നത് കുറച്ചാലാണ് അള്ളാഹുവിന്റെ ശിക്ഷകൾ വരിക. എന്തേ നമ്മൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നില്ല എന്ന് ചിലർ പരാതി പറയാൻ തുടങ്ങിയത്? അത് നിങ്ങൾ ഇതര മതസ്ഥരെ മുഴുവൻ തൗഹീദിലേക്ക് വരുത്താനുള്ള തീവ്രമായ പരിശ്രമം ചെയ്യാത്തതിന്റെ പ്രശ്നമാണ്. അള്ളാഹു നിങ്ങളെ സഹായിക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും ഞങ്ങൾ ഈ ചെയ്യുന്ന പണി ചെയ്യണം. ഇവിടെ എല്ലായിടത്തും തൗഹീദ് വ്യാപിപ്പിക്കാൻ നിങ്ങൾ വഹാബി പ്രസ്ഥാനത്തിന്റെ കൂടെ കൂടണം എന്നാണ് ഇച്ചങ്ങാതി പറയുന്നതിന്റെ അർത്ഥം. ഇവരുടെ തൗഹീദിന്റെ 2ാം ഘട്ടം അല്ലെങ്കിൽ അതിന്റെ അവസാന ഘട്ടമാണ് ISISന്റെ രൂപത്തിൽ ലോകം കണ്ടത്, ലോകം അനുഭവിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് മുഹമ്മദിന്റെ ചരിത്രത്തിലുള്ളതാണ്. മുഹമ്മദ് ചെയ്തിട്ടുണ്ട്, മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ മുഹമ്മദ് ചെയ്തതും പറഞ്ഞതുമാണ് ISIS അവിടെ ചെയ്തത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ചെയ്യുന്നത്, ഇറാനിലെ ഭരണകൂടം ചെയ്യുന്നത്, ഇത് മുഴുവൻ ഇസ്ലാമാണ്.
ആ ഇസ്ലാമിന്റെ സമ്പൂർണ്ണമായിട്ടുള്ള സംസ്ഥാപനം അതിന്റെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒന്നാമത്തെ പ്രവർത്തനമാണ് ഇസ്ലാഹിയത്ത്, രണ്ടാമത്തതാണ് ദഅവത്ത്, മൂന്നാമത്തതാണ് ജിഹാദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവാരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം, ലതഅമുറുന്ന ബിൽ മഅറൂഫ് വലതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ ചെയ്യണം, തിന്മ നിങ്ങൾ വിരോധിക്കുക തന്നെ വേണം. നോക്ക്, തൗഹീദിന്റെ പ്രബോധനത്തിന്റെ ഗതി മാറി, അതിന്റെ സ്വഭാവം മാറി. നിങ്ങൾ കൽപ്പിക്കണം എന്നാണ്. എടോ വഹാബി, നിങ്ങൾ എന്റെ ജീവിതത്തിൽ വന്ന്, എന്റെ വിശ്വാസത്തിൽ വന്ന് നിങ്ങൾ എന്നോട് കൽപ്പിക്കാൻ താങ്കൾ ആരാണ്? എന്നോട് കൽപ്പിക്കാൻ താൻ ആരാണ് എന്ന് ചോദിക്കാൻ ഇവിടുത്തെ സാധാരണ മനുഷ്യന് ത്രാണി ഉണ്ടാവണം. നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം, അതിന് താൻ ആരുവാ എന്ന് ചോദിക്കാൻ ഇവിടുത്തെ വഹാബികളോട് കൈ ചൂണ്ടി ചോദിക്കാൻ, അത് പറയാൻ ആരാണ് താൻ എന്ന് ചോദിക്കാൻ ഇവിടുത്തെ മനുഷ്യർ തന്റെ ഇടം കാണിക്കണം. കൈ ചൂണ്ടുമ്പോ, കൈ ഉയർത്തുമ്പോ ആ കൈക്ക് പിടിക്കാൻ, അതിനെ നിലക്ക് നിർത്താൻ, നിയമപരമായിട്ട് ഇവരെ ഒതുക്കി നിർത്താൻ നമ്മൾ ശ്രമിക്കണം. ഇവരുടെ തൗഹീദ് ദഅവത്ത് പ്രബോധനത്തിന് ഗതിമാറി നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം. എന്താ കൽപ്പന എന്ന് പറഞ്ഞാൽ? ഇനി എന്താണ് കൽപ്പിക്കേണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നന്മ, വിരോധിക്കേണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തിന്മ? അത് തൗഹീദാണ്. ഏതാണ് ഏറ്റവും വലിയ നന്മ? തൗഹീദാണ്. ഏതാണ് ഏറ്റവും വലിയ തിന്മ? ശിർക്കാണ്. വലതഅമുറുന്ന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. ഔ, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലാഹു നിങ്ങൾക്കുമേൽ ശിക്ഷ ഇറക്കുന്നതാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയില്ല. അതുകൊണ്ട് തൗഹീദ് വിട്ടു മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നിമിഷം, ഒരു ശ്വാസം എടുക്കാൻ ഒരു മുസ്ലിം തയ്യാറാകരുത്. അപ്പൊ ഇനി നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. വലിയ നന്മ തൗഹീദ്, വലിയ തിന്മ. ഇനി ഇസ്ലാമികേതരമായ സമൂഹത്തിനകത്ത് അല്ലെങ്കിൽ ബഹുമത സമൂഹത്തിൽ, മുസ്ലിങ്ങൾക്ക് പുറത്തുള്ള സമൂഹത്തിൽ മാത്രമല്ല, ഇസ്ലാമിനകത്ത് പ്രശ്നങ്ങളുള്ളതും ഭിന്നിപ്പുണ്ടാവുന്നതും ഇവരുടെ തൗഹീദ് കൊണ്ടല്ല. നിങ്ങളെല്ലാ മുസ്ലിങ്ങളും ഇവർ പറയുന്ന തൗഹീദ് സ്വീകരിക്കാത്തതുകൊണ്ടാണെന്നാണ് അടുത്ത ന്യായം. കേട്ടോളെ, തൗഹീദ് നമ്മുടെ ജീവന്റെ ഭാഗമാണ്. അത് നമ്മുടെ ദീനിന്റെ അടിത്തറയാണ്. അത് മാറ്റിവെച്ചൊരു ദീനില്ല, അത് മാറ്റിവെച്ചൊരു നിമിഷത്തേക്ക് ജീവിതമില്ല. തൗഹീദിന് വേണ്ടി ജീവിക്കുക, തൗഹീദിന് വേണ്ടി മരിക്കുക. ഇതാണ് അടുത്ത ഘട്ടം. അതിപ്പോ ഇദ്ദേഹം ഇവിടെ പറയുന്നില്ല എന്നേ ഉള്ളൂ. ഇവിടെ പ്രവർത്തിച്ചിരുന്ന തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘങ്ങൾ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക്, ഇസ്ലാമിന്റെ സംസ്ഥാപനത്തിന് തടസ്സം നിൽക്കുന്ന ശത്രുക്കൾക്കെതിരെ സമരം ചെയ്യേണ്ടി വന്നാൽ അതിനുകൂടി തയ്യാറാവണം എന്ന് തന്നെയാണ് ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള സംഘടനകൾ അവരുടെ അണികളെ പറഞ്ഞ് പ്രേരിപ്പിച്ചിരുന്നതും പഠിപ്പിച്ചിരുന്നതും. ഇസ്ലാമിന്റെ സംസ്ഥാപനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുക, ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുക, ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളിൽ ആളുകളെ തടയുക. ഇസ്ലാമിന്റെ വിരോധിക്കലും കൽപ്പിക്കലും എങ്ങനെയാണെന്നറിയോ? ഒരാൾ ഒരു തിന്മ ചെയ്യുന്നത് കണ്ടാൽ ആദ്യം കൈകൊണ്ട് തടയാൻ കഴിയുമെങ്കിൽ കൈകൊണ്ട് തടയണം എന്നാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ, അതിന്റെ പ്രയോറിറ്റി അങ്ങനെയാണ്. ആദ്യം കൈകൊണ്ട്, അതിന് കഴിയാത്തടത്ത് നാക്കുകൊണ്ട് എന്നുള്ളതാണ്. അതിനും കഴിയുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കുക എന്നതാണ് ഇസ്ലാമിന്റെ ഈ ഒരു നന്മ കൽപ്പിക്കലിലും തിന്മ വിരോധിക്കലിലുമുള്ള ഒരു ക്രമം. അപ്പൊ ഇപ്പൊ ഇവർ നാവുകൊണ്ട് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെ കൈകൊണ്ട് പ്രവർത്തിക്കാൻ കെൽപ്പില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ആ പ്രവർത്തനം നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുക. ഒരു പ്രതിസന്ധി ഉണ്ടായാൽ, അതിനെതിരെ ഒരു പ്രതിരോധമുണ്ടായാൽ അത് ഇസ്ലാമിനോടുള്ള, അള്ളാഹുവിനോടുള്ള യുദ്ധപ്രഖ്യാപനമായി പരിഗണിക്കാം. പിന്നെ ജിഹാദ് ഇനേബിൾ ചെയ്യാം. ഇതാണ് കൃത്യമായിട്ട്. ജിഹാദ് ആഗ്രഹിക്കുന്നവർ ജിഹാദ് ആഗ്രഹിക്കാതെ ജീവിച്ച് മരിക്കാൻ പാടില്ല എന്നാണ്. അയാൾ ഈമാനിന്റെ കുറഞ്ഞ രൂപത്തിലാണ് ജീവിച്ച് മരിക്കുന്നത്. ഒരു മുസ്ലിമും ജിഹാദ്, ഷഹാദത്ത് ആഗ്രഹിക്കാതിരിക്കരുത് എന്നാണ്. അവരത് ആഗ്രഹിക്കണം. അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണോ നമുക്ക് ജീവൻ വേണ്ടത്? അള്ളാഹുവിന്റെ ദീനിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാറ്റിവെച്ചുകൊണ്ടാണോ നമുക്ക് ജീവൻ വേണ്ടത്? അങ്ങനെയാണോ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്തൊരു അധമമായ, എന്തൊരു അർത്ഥമില്ലാത്ത ജീവിതമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദിൽ ഉറച്ചു നിൽക്കുക. അപ്പൊ അതുകൊണ്ട് ഈ തൗഹീദ് വിടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇസ്ലാം ഉപേക്ഷിക്കലാണ്, അള്ളാഹു ഇല്ലാത്തവരെ ഉപേക്ഷിക്കലാണെന്നാണ്, അള്ളാഹുവിനെ ഉപേക്ഷിക്കലാണെന്നാണ്. അങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ് എന്ന് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇന്ന് ചിലർ പറയുന്നു തൗഹീദാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത്. അല്ല, തൗഹീദ് ഇല്ലായ്മയാണ് ഭിന്നിപ്പുണ്ടാക്കിയത്. തൗഹീദ് ഉണ്ടായിരുന്ന എങ്കിൽ, തൗഹീദ് നമ്മൾ പഠിച്ചിരുന്നു എങ്കിൽ നമ്മൾ ഒരുമിക്കുമായിരുന്നു. അള്ളാഹു മുഅ്മിനീങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും ഭിന്നിക്കരുത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, നിങ്ങൾ അള്ളാഹു ഒരുമിപ്പിച്ചു എന്ന അനുഗ്രഹം നിങ്ങൾ ഓർക്കണം. എങ്ങനെയാണ് അള്ളാഹു ഒരുമിപ്പിച്ചത്? തൗഹീദിലൂടെയാണ്. അല്ലാതെ മറ്റെന്താണ്? തൗഹീദ് അല്ലാതെ മറ്റെന്താണ് സഹാബിമാരെ ഒരുമിപ്പിച്ചത്? അവരുടെ ഹൃദയം ഒരേ ദീനിലായിരുന്നു. അതുകൊണ്ട് അവർക്ക് അല്ലാഹു ഇസ്സത്ത് നൽകി. ഇനി പറയുന്നത് മുസ്ലിം സമൂഹത്തിനകത്തുള്ള ഭിന്നിപ്പിനെ കുറിച്ചാണ്. ഈ ഭിന്നിപ്പിന്റെ കാരണം വഹാബിയത്ത് എന്ന തൗഹീദ്, അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വാളും കുന്തവുമായിട്ട് പടയോട്ടം നടത്തി സൗദി അറേബ്യയിൽ സ്ഥാപിക്കാൻ ശ്രമിച്ച, പുനഃസ്ഥാപിച്ച
യഥാർത്ഥ മുഹമ്മദിന്റെ തൗഹീദ് എല്ലാവരും സ്വീകരിക്കാത്തതുകൊണ്ടാണ് മുസ്ലിം സമൂഹമേ നമുക്കിടയിൽ ഭിന്നിപ്പുള്ളത്. ആ തൗഹീദായിരുന്നു മുഹമ്മദിന്റെ അനുചരന്മാരായിട്ടുള്ള സഹാബിമാർക്കിടയിൽ യോജിപ്പുണ്ടാക്കിയത്. ആ യോജിപ്പ് അതിന്റെ ഇപ്പോഴത്തെ കാലത്തെ ആളുകൾ, വക്താക്കൾ എന്ന് പറയുന്നത് ഈ വഹാബി തൗഹീദിന്റെ ആൾക്കാരാണ്. അതുകൊണ്ട് ഈ തൗഹീദിലേക്ക് നിങ്ങൾ വരാത്തത് കൊണ്ടാണ് നമ്മൾ ഭിന്നിക്കുന്നത് എന്ന തമാശ. മുസ്ലിം സമൂഹം തൗഹീദിൽ ഒന്നിക്കുന്നതിന്റെ ശബ്ദങ്ങളാണ് നമ്മൾ നാനാ ഭാഗത്തു നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക രാജ്യത്ത് നിന്ന്, ഇസ്ലാമിക ലോകത്ത് നിന്ന് കേൾക്കുന്ന കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും നിലവിളികൾ ഈ തൗഹീദ് കൊണ്ട് ഈ ഉമ്മത്തിനെ ഒന്നിപ്പിച്ചതാണ്. ഈ തൗഹീദിലേക്കാണ് ഇനി ബാക്കിയുള്ളവരും കൂടി കയറണം എന്നിവർ പറയുന്നത്. ആ ദഅവത്താണ് ഇവർ ദൗത്യമായിട്ട് ഏറ്റെടുക്കുന്നത്. അവരവരുടെ വിശ്വാസവുമായിട്ട് ജീവിക്കാൻ അവകാശമുള്ള നാട്ടിൽ മനുഷ്യരുടെ മൊത്തം സമാധാനം കളയാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു സംഘമാണ് വഹാബികൾ എന്ന് മുസ്ലിം ലോകം തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ മുസ്ലിങ്ങളാണ് ഏറ്റവും ആദ്യം ഇതിന്റെ അപകടത്തിൽ പെടാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദല്ല ഭിന്നിപ്പിക്കുന്നത്, തൗഹീദ് ഇല്ലായ്മയാണ്, തൗഹീദ് പറയാത്തതാണ്, തൗഹീദ് പഠിക്കാത്തതാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് സഹോദരങ്ങളെ, തൗഹീദുള്ളവർ ആദ്യം തിരിച്ചറിയണം. അവരുടെ ചിലരുടെ ഹൃദയങ്ങളിലേക്കെങ്കിലും വന്നു തുടങ്ങിയിരിക്കുന്നു. നമ്മൾ ഈ പറയുന്നതൊക്കെ ഇപ്പോൾ കുറച്ച് നിർത്തിവെക്കണം. ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കട്ടെ. ദുനിയാവിൽ പ്രശ്നങ്ങൾ അവസാനിച്ച ദിവസങ്ങൾ വരാനില്ല. ദുനിയാവിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും എന്നുള്ളതാണ് ഇസ്ലാമിസ്റ്റുകളുടെ, വഹാബികളുടെ, അത് അവരുടെ ഉത്തരവാദിത്തമാണ്. ദുനിയാവിൽ പ്രശ്നങ്ങൾ അവസാനിക്കാൻ പാടില്ല. ഏതുവരെ? വഹാബി തൗഹീദിന് എല്ലാവരും കീഴ്പ്പെടുന്നത് വരെ. അതുവരെ അവർ തൗഹീദ്, അതേപോലെ ഇസ്ലാഹിയത്ത്, ദഅവത്ത്, നന്മ കൽപ്പിക്കൽ, തിന്മ വിരോധിക്കൽ, കൈക്ക് പിടിക്കൽ, ജിഹാദ്, എല്ലാം, പ്രതിരോധം, അക്രമം, സകലം. ഷിർക്കിൻ്റെതായിട്ടുള്ള എല്ലാ അടയാളങ്ങളെയും തച്ച് തകർക്കണം എന്നത് തന്നെയാണ് വഹാബിയത്തിന്റെ നിയ്യത്ത്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മുഹമ്മദിന്റെ കാലം തൊട്ട് മുഹമ്മദിന്റെ മാതൃക സ്വീകരിച്ച് ആധുനിക ലോകത്ത് അബ്ദുൽ വഹാബ് പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത്, അല്ലെങ്കിൽ എന്താ പറയുക, റീഇൻസ്റ്റേറ്റ് ചെയ്ത സാധനം അവരുടെ തൗഹീദിൽ ഇസ്ലാമികേതരമായതിനെയൊക്കെ നിഷ്കാസനം ചെയ്യുക എന്ന ലക്ഷ്യം, അതിനെയാണ് ഇവർ തൗഹീദിന്റെ സംസ്ഥാപനം എന്ന് പറയുന്നത്. അതുകൊണ്ട് നാട്ടിൽ കുഴപ്പമില്ലാത്ത കാലം ഉണ്ടാവില്ല എന്ന് ഇവർക്കറിയാം. അതിനാണല്ലോ ഇവർ ഇവിടെ ഉള്ളത്. തൗഹീദ് മാറ്റിവെക്കാനുള്ളതല്ല. ഒരു പ്രശ്നം വന്നാലും തൗഹീദ് മാറ്റിവെക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ ദീനിന്റെ അടിത്തറയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഒപ്പമുണ്ടായിരുന്നവർ, നമ്മുടെ ഒപ്പം മസ്ജിദിൽ നിസ്കരിച്ചവരാണ് വിഗ്രഹങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. അവരാണ് വെളിച്ചപ്പാടുകൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. അവരാണ് അമ്പലങ്ങൾക്കുള്ളിൽ തുലാഭാരം നടത്തുന്നത് കുട്ടികളെ ലഭിക്കുന്നതിന് വേണ്ടി. അവരാണ് അമ്പലങ്ങളിൽ നിന്ന് വാഹനം വാങ്ങിച്ചെടുക്കുന്നത് വലിയ വില കൊടുത്ത്, അതിന്റെ അനുഗ്രഹം, വിഗ്രഹത്തിന്റെ അനുഗ്രഹം നേടിയെടുക്കാൻ വേണ്ടി. ഇതൊന്നും ഞങ്ങൾക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ട് ഇവരുടെയൊക്കെ കൈക്ക് പിടിക്കണം, ഇവരെയൊക്കെ നിയന്ത്രിക്കണം, ഇവരെയൊക്കെ തൗഹീദിൽ ഉറപ്പിച്ചു നിർത്തണം. അത് പറഞ്ഞുകൊണ്ടിരിക്കണം, ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ്. പൊന്നാര ഇതീതെ, ഒരാൾ അമ്പലത്തിൽ പോകുന്നതും തുലാഭാരം തൂക്കുന്നതും നിങ്ങൾ പള്ളിയിൽ പോകുന്നതും നിങ്ങൾ മറ്റെന്തെങ്കിലും ചെയ്യുന്നതും പോലെ നിങ്ങളുടെ സ്വാതന്ത്ര്യം പോലെ തന്നെയാണ് അവരുടെ സ്വാതന്ത്ര്യവും. അത് നിരോധിക്കാനും അത് തടയാനും അതിനെതിരെ ശബ്ദമുയർത്താനും നിങ്ങൾക്ക് എന്ത് അവകാശം? ഇതാണ് ജനാധിപത്യ രാജ്യത്ത് പ്രശ്നമുണ്ടാക്കുന്നത്. മറ്റൊരാളുടെ വിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് വേവലാതിപ്പെടുന്നത്? മറ്റൊരാളുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിൽ എന്തിനാണ് നിങ്ങൾ കടന്നു കയറുന്നത്? എന്തിനാണ് എന്നെ പോലെയുള്ള ആളുകൾ ഇസ്ലാമിനെതിരെ വിമർശിക്കേണ്ടി വരുന്നത് വെച്ചാൽ ഇസ്ലാമിന്റെ ഈ നെറികെട്ട സ്വഭാവം കൊണ്ടാണ്. മറ്റുള്ള മനുഷ്യരുടെ ജീവിതത്തിലേക്ക് അനാവശ്യമായി കടന്നു കയറുകയും ഇടപെടുകയും അത് ദുസ്സഹമാക്കുകയും ചെയ്യുന്ന അക്രമമാണ് ഇസ്ലാം ദഅവത്ത്, ഇസ്ലാഹിയത്ത് എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നിയന്ത്രിക്കേണ്ടത് ഒരു ജനാധിപത്യ രാജ്യത്ത് ബഹുമത സമൂഹത്തിനിടയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നത് മുസ്ലിം സമൂഹം തിരിച്ചറിയുകയും ഇതുപോലെ തൗഹീദിലൂടെ ജിഹാദിലേക്ക് പ്രേരിപ്പിക്കുന്ന ഇതുപോലെയുള്ള മതതീവ്രവാദികളെ നിലക്ക് നിർത്താൻ നിങ്ങൾ തയ്യാറാവുകയും ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഇതുപോലെയുള്ള ജിഹാദിനാഹ്വാനം ചെയ്ത് നടക്കുന്ന ആളുകൾക്കായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വിലപിച്ചിട്ട് കാര്യമുണ്ടാവില്ല. അതല്ലാതെ ഇസ്ലാം വിമർശകർ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് മാത്രം അല്ല ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നമ്മൾ ഇസ്ലാമിനെ രൂക്ഷമായി വിമർശിക്കുന്നത് കൊണ്ട് ഇസ്ലാം കുറച്ചെങ്കിലും നമ്മളെ പ്രതിരോധിക്കാൻ വേണ്ടി ഇവരുടെ തൗഹീദിന്റെ സമയം മെനക്കെടുത്തുമ്പോൾ അതുകൊണ്ട് കുറച്ചെങ്കിലും നാട്ടിൽ സമാധാനം ഉണ്ടാകും എന്ന് മാത്രമാണ് അതിനെ കാണേണ്ടത്. സഹോദര, ഇസ്ലാമിലെ തൗഹീദ് നമ്മൾ എത്രമാത്രം പറഞ്ഞുകൊണ്ടിരിക്കണം, എത്രമാത്രം പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും തൗഹീദിൽ നിന്ന് പിന്നോട്ട് പോകരുത്. ഒരു കാല് പോലും നിങ്ങൾ പിന്നോട്ട് വെക്കരുത്. ഉറച്ചു നിൽക്കുക. അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ. അപ്പൊ ഇവരുടെ ഈ തൗഹീദിന്റെ സംസ്ഥാപനം അതിനെ മുസ്ലിം സമൂഹം കരുതിയിരിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ വലിയ വിപത്ത് നാട്ടിൽ ഇവർ കാരണം ഉണ്ടാകും എന്ന കാര്യം മാത്രം ഉണർത്തിക്കൊണ്ട് നിർത്തുക.